എന്ന് നമസ്കരിക്കുന്നു. ഭവനാശായ അനിശം ഭവൻ പ്രണതോസ്മ്യഹം രാമം. ആ ഭവനാശനം ഇല്ലാണ്ടാക്കാൻ അനിശം പെട്ടെന്നില്ലാതെയാക്കും. അങ്ങനെ ഈ രാമനാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണക്കിൽ നമ്മൾക്ക് എന്ത് ഭൗതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇല്ലാണ്ടാക്കാൻ ഈ രാമനാമത്തിന് സാധിക്കും. അത് ഇപ്പം നമ്മൾ ഇത്രയും കുറേ കാലങ്ങൾക്ക് മുമ്പ് പണ്ടൊക്കെ രാമായണം എല്ലാ സ്ഥലത്തും വായിക്കലും അല്ലെങ്കിൽ വീടുകളിൽ വായിക്കലുണ്ടായിരുന്നു. അതിൻ്റെ കുറവ് വന്നപ്പോൾ എന്തുണ്ടായി? പലതരത്തിലുള്ള നാശങ്ങളും പലതരത്തിലുള്ള ദുഃഖങ്ങളും ഉണ്ടായി. ഭൗതികമായിട്ട് പല നാശങ്ങളും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയപ്പോൾ വീണ്ടും ആ ഭാവത്തിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോൾ അതിനുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുന്നുണ്ട്, വരുന്നുള്ള കാര്യം, ഉറപ്പുള്ള കാര്യം അതൊക്കെ. അതുകൊണ്ട് നമ്മളെയും അങ്ങനെയുള്ള ആ ഭവസാഗരം തരണം ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു സംസാര സാഗരം കടക്കാനുള്ള ഒരു തോണിയായിട്ട്, അല്ലെങ്കിൽ അതിന് ആ ഭഗവത് പാദത്തെ നമ്മൾ കാണണം. ആ ഭഗവത് പാദം എങ്ങനെയുള്ളതാണെന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ഗിരിസുതദയാംബുജാവാസം ഗിരിനായകധരം ഗിരിപക്ഷാരിസേവ്യം സുരസഞ്ജയതനുജേന്ദ്രസേവിതപാദം സുരഭമണിനിഭം പ്രണതോസ്മ്യഹം രാമം. എങ്ങനെയുള്ള പാദത്തിനെയാണ് പറയുന്നത്? എങ്ങനെയാണ്? ശ്രീപാർവതി പരമേശ്വരന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്നവനും മന്ദരപർവ്വതത്തെ ഉയർത്തിയവനും. ഇത് അമൃത കഥനത്തിൻ്റെ സമയത്തുണ്ടല്ലോ, മന്ദരപർവ്വതത്തെ ഉയർത്തിയവനും ദേവേന്ദ്രനാൽ സേവിതനും ദേവവൃന്ദത്താലും അസൂരേന്ദ്രനാലും സേവിക്കപ്പെട്ട പാതാരബിന്ദങ്ങളോടുകൂടിയ ആ ശ്രീരാമചന്ദ്രനെ. പിന്നെ അതെങ്ങനെയാണ് പാദങ്ങൾ എന്ന് പറയണ്ടേ? ഇന്ദ്രനീല ശോഭയുള്ള, അല്ലെങ്കിൽ ഇന്ദ്രനീല കല്ലിനേക്കാൾ ശോഭയുള്ള ആ പാദങ്ങളെ ഞാൻ നമസ്കരിക്കണം. അത് ആ പാദങ്ങളാണ് നമ്മൾക്ക് എന്നും ആശ്രയമായിട്ടുള്ളത്. ഈ ഭവസാഗരം നീന്തിക്കിടക്കാനുള്ള ഒരു തോണിയായിട്ട് നമ്മളതിനെ കണ്ട് ആ ശ്രീരാമപാദത്തെ നമ്മൾ നമസ്കരിക്കണം. ആ നമസ്കരിക്കുകയാണ് ഇവിടെ ജടായും ചെയ്യുന്നത്. പിന്നെയോ പരതാരാർത്ഥ പരിവർജിത മനീഷിണാം പരപൂരുഷ ഗുണഭൂതി സന്തുഷ്ടാത്മനാം പരലോകൈകാഹിത നിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം. പരസ്ത്രീകളെയും പരധനത്തെയും ഉപേക്ഷിക്കും. പിന്നെയോ അന്യരുടെ ഗുണങ്ങളും ഐശ്വര്യവും കണ്ടിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കും. പരലോകഹിതത്തിൽ മാത്രം തൽപരന്. ഈ ഭൗതിക ലോകത്തിൽ ഭൗതികതയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ദുഃഖമായാലും സന്തോഷമായാലും ഒക്കെ അതിന് ഈ ഭഗവാന് സുഖമോ ദുഃഖമോ യാതൊന്നും ബാധിക്കില്ല. പക്ഷേ പരലോകൈക നിരതാത്മനാണ്. എങ്ങനെയാണ്? ഈ മോക്ഷസിദ്ധിക്ക് വേണ്ടിയിട്ട് ആരൊക്കെ സേവിക്കുന്നോ അവർക്കൊക്കെ പരമാനന്ദം കൊടുക്കുന്ന ആ പാദത്തെ ഞാൻ നമസ്കരിക്കുന്നു. പിന്നെയോ സ്മിതസുന്ദര വികസിത വക്രാംബോരുഹം സ്മൃതിഗോചരമസിതാംബുധകളേവരം സിതപങ്കജചാരൂനയനം ഋഖുവരം ക്ഷിതിനന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം. പുഞ്ചിരി കൊണ്ട് വിടർന്ന മുഖകമലത്തോട് കൂടിയതാണ്. സ്മൃതിക്ക് വിഷയീഭവിച്ചവനാണ്. സ്മൃതി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സ്മരിക്കാൻ പറ്റുന്നത്, സ്മൃതിയിൽ വെക്കാൻ പറ്റുന്നത്, എപ്പോഴും നമ്മളുടെ ഉള്ളിൽ അല്ലെങ്കിൽ മനസ്സിൽ വെക്കാൻ പറ്റുന്ന ആ പുഞ്ചിരിച്ചു കൊണ്ടുള്ള വിടർന്ന മുഖകമലത്തോടു കൂടിയവനാണ്. സ്മൃതിക്ക് വിഷയീഭവിച്ചവന്. കാർമേഘം പോലുള്ള ശരീരം കോട് കൂടിയവനും വെള്ളത്താമര പോലെ സിതപങ്കജചാരുനയനം രഘുവരം. വെള്ളത്താമര പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയവൻ. ആ കടാക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ സീതാദേവിയുടെ നാഥനുമായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രനെ ഞാൻ നമസ്കരിക്കുന്നു. പിന്നെയോ ജലപാത്രൗഖസ്ഥിതരവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനം അദ്വയം അവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം.
ജലം നിറച്ച പാത്രങ്ങളിൽ നമ്മൾ സൂര്യബിംബം കാണാറുണ്ട്. ഒരു പാത്രത്തിൽ വെച്ചു, ഒരു കുടത്തിൽ വെച്ചു, വേറൊരു പാത്രത്തിൽ വെച്ചു എന്നുണ്ടെങ്കിലും ആ സൂര്യനെ നമ്മൾക്ക് പലതായിട്ട് കാണാൻ തരാവും. പക്ഷേ സൂര്യന് ഒന്നേ ഉള്ളൂ. ആ പാത്രത്തിലുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ സൂര്യൻ ആ പാത്രത്തിലത്തേണ് ഈ പാത്രത്തിലത്തേണ് എന്ന് നമ്മൾ പറയാറില്ല. സൂര്യന് ഒന്നേ ഉള്ളൂ. അതേപോലെ സകല ചരാചര ജന്തുക്കളിലും ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും ധരിക്കുന്നതും ധരിക്കാത്തതും ഒരു മരമാണെങ്കിലും ഒരു മരത്തിനും ജീവനുണ്ട്. അല്ലെങ്കിൽ അത് ആ വെച്ച മാതിരി ഇരിക്കല്ലേ ഉള്ളൂ, ഒരു വളരില്ലല്ലോ. ഇതിന് വെള്ളവും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വളവും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരുന്നുണ്ട്. വളരുന്നത് എന്തുകൊണ്ടാണ്? അതിലൊരു ജീവൻ ഉണ്ടാവുകൊണ്ടാണ് അത് വളരുന്നത്. അതേമാതിരി അതിലും ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ അതിനും വളരാൻ പറ്റില്ല. ഇപ്പം നമ്മൾ രാത്രി പ്രഹ്ലാദസ്തുതിയിൽ നമ്മൾ പറയാറുണ്ട്, രാത്രി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നീച്ച് ഉറങ്ങി നമ്മളെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഉറക്കത്തിൽ നമ്മൾ രാവിലെ നീച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്താ ഉണ്ടാവുക? ഒന്നുമില്ല, കഴിഞ്ഞു നമ്മളെന്ന് പറയും മാറിയുള്ളവർ. അത് നമ്മളോട്ട് കേൾക്കൂല, നമ്മൾ അത് കേൾക്കണമില്ല. കാരണം എന്താ? നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ്. ആ ഉറങ്ങിക്കിടക്കുന്ന നമ്മളുടെ ജീവാത്മാവിനെ ഉണർത്തി നമ്മളുടെ കയ്യിനും കാലിനും തൊക്കിനും എല്ലാറ്റിനും ശക്തി പകരുന്നത് ഏതാ? ആ ഒരു ശക്തിയാണ്. ആ ഒരു ശക്തി ഇല്ല എന്നുണ്ടെച്ചാലോ, ആ ശക്തി നമ്മളിൽ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു, ആ ശ്വാസം പോയി എന്ന് അതേമാതിരിയുള്ളൂ. അതേമാതിരിയാണ് പറയുന്നത് ഇവിടെ. സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും എല്ലാ ചരിക്കുന്നതും മരങ്ങൾ ചരിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ നളകൂപരന്മാരുടെ കഥ കേട്ടു. 2 മരുത് വൃക്ഷങ്ങളായിരുന്ന അവർക്ക് വൃന്ദാവനത്തിന് വന്നിട്ട് ആ ഗോപികമാരുടെ പാട്ടും അല്ലെങ്കിൽ അവരുടെ ഭക്തിയും ഭജനയും കേട്ടിട്ടാണ് അവർക്ക് മുക്തി കിട്ടിയതെന്ന് പറയുന്നുണ്ട്. അതേമാതിരി തന്നെ മാവുകൾക്ക്, വൃക്ഷങ്ങൾക്ക്, എല്ലാ വൃക്ഷങ്ങൾക്കും അതിന് കേൾവിശക്തി ഉണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ അങ്ങനെ വരില്ല. നമ്മൾ പൂന്താനത്തിൻ്റെ നമ്മൾ ഇല്ലത്ത് പോയപ്പോൾ കണ്ടതല്ലേ, അവർ ആ 2 മരങ്ങൾ നിന്നിരുന്നത് പൂന്താനം തിരുമേനിയുടെ നാമജപവും ഭാഗവതവും കേട്ടിട്ടാണ് മുക്തി കിട്ടിയതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആചാര്യന്മാരെപ്പോഴും പറയാറുണ്ട്, നമ്മൾ വായനക്കിയും കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കേൾക്കാവുന്ന രൂപത്തിൽ നമ്മൾ നാമം ചൊല്ലണം. അല്ലെങ്കിൽ നമ്മളത് ചെല്ലുമ്പം അവർ ശപിക്കുന്നതാണ് പറയാം. അതുകൊണ്ടാണ് അത്ര നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വരുന്നത്, അവരുടെ ശാപം ഉണ്ടാവും എന്ന് പറയും. കാരണം എന്താ? ഈ ജലജീവികൾ ജലത്തിൽ നിന്നിട്ട് ചെല്ലുന്നവരുണ്ട്. എൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിൽ നിന്നിട്ട് കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിച്ച് തല തോർത്തുന്ന സമയത്ത് വെള്ളത്തിൽ നിന്നിട്ടാ ചില്ല. പിന്നെ കാലിൻ്റെ പാദം മാത്രം വെള്ളത്തിൽ നിൽക്കും. അങ്ങനെ വെള്ളത്തിൽ നിന്നിട്ട് പിന്നെ എന്താണ് ഈ വിജയസ്തോത്രം ചൊല്ലിയിരുന്നു. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. അതേമാതിരി പിന്നെ വേറൊരു സ്തോത്രം കൂടി ഉണ്ടായിരുന്നു, അതും ശ്രീകൃഷ്ണാഷ്ടോത്തര തോന്നുന്നു. അത് 2ഉം ചെല്ലും. അപ്പോൾ അത് കഴിയുമ്പോഴേക്കേ തോർത്തൽ കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് കയറുള്ളൂ. അപ്പോൾ ഞാനത് ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാ അങ്ങനെ വെള്ളത്തിൽ നിന്ന് ചെല്ലണതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയൊക്കെ ഇങ്ങനെ ഓരോന്നും വായിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെയാണത് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഒരു ദിവസം അമ്മോട് ചോദിച്ചു, എന്തിനാ അമ്മ ഇങ്ങനെ വെള്ളത്തിൽ നിന്നിട്ട് ചെല്ലണത് എന്തിനാ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതെനിക്കും അറിയില്ല, എൻ്റെ അമ്മ ചെയ്തിരുന്നു, ഞാൻ ചെയ്യണു എന്ന് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു. പിന്നെയാണ് അതറിയില്ല, അമ്മയ്ക്കും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ലായിരുന്നു. പക്ഷേ പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് വായിച്ചിട്ടും ഓരോന്നിങ്ങനെ അപ്പോഴാണ് ഇതിനെ പറ്റിയിട്ട് ആലോചിച്ച് നോക്കുമ്പോഴാണ് സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചരിക്കുന്നതായിട്ടുള്ളത് വെള്ളത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ജലജീവികൾ ധാരാളം ഉണ്ടല്ലേ, മത്സ്യങ്ങളില്ലേ. ആ മത്സ്യങ്ങൾ നോക്കി നോക്കൂ, മത്സ്യങ്ങൾക്ക് നാമം ചെല്ലാനറിയോ? പറ്റില്ല. പക്ഷേ നമ്മൾ ചെല്ലുന്നത് അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ നിന്നിട്ട് ചെല്ലുമ്പോൾ അവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവുന്ന അറിയില്ലേ, നമുക്കറിയില്ല. പക്ഷേ ഇതൊക്കെ വായിക്കുമ്പോഴാണ് ഇപ്പം ഇങ്ങനെ ആലോചിക്കുന്നത്. അങ്ങനെ ആയിരിക്കാം പണ്ടുള്ള ആൾക്കാർ ഓരോന്നും ചെയ്യുണ്ടാവുക. ഇപ്പോൾ ഞാൻ എന്നിട്ട് എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കുളിമുറിയിലല്ലേ കുളിക്കുള്ളൂ നമ്മളൊക്കെ. അപ്പോൾ കുളിമുറിയിൽ കുളിക്കുമ്പോൾ തല തുവർത്തുന്ന സമയത്താണ് ഞാൻ ഈ സ്തോത്രങ്ങളൊക്കെ ചെല്ലുക. അങ്ങനെ അപ്പോഴങ്ങോട്ട് ചെല്ലിയിട്ടുണ്ടെങ്കിൽ തെറ്റുമില്ല, ഒന്നും ചെയ്യില്ല. അപ്പോൾ പിന്നെ പകുതി വെള്ളം വായലുണ്ടാവും. അങ്ങനെയൊക്കെ കൂടി എങ്ങനെയാണെന്നറിയില്ല. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്.
സകല അന്ന് അവർക്ക് അറിഞ്ഞിട്ടാവില്ല ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ എന്നാലും കൂടി നമ്മൾ ഓരോരുത്തരും ആചരിച്ചിരുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മളൊക്കെ അർത്ഥമറിയില്ലെങ്കിലും നമ്മൾ ആചരിച്ചു പോന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം ഇവിടെ ഇപ്പം അതാ പറയുന്നത്, എല്ലാ നമുക്കിതൊന്നും അറിയില്ല. സൂര്യൻ ഒന്നേ ഉള്ളൂ. പക്ഷേ ആ സൂര്യനെ പല പാത്രത്തിലാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പാത്രത്തിൽ വെള്ളമാക്കി വയ്ക്കുമ്പോൾ അതിൽ സൂര്യൻ്റെ നിഴൽ കാണുന്നുണ്ട്. അതേമാതിരി നമ്മളുടെ ഉള്ളിലും ആ ഭഗവാന്റെ ഒരംശം ഉണ്ടാവുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വക ചലിക്കാനും എല്ലാ സാധ്യങ്ങൾക്കും സാധിക്കുന്നത്. ആ പരിപൂർണം ആത്മാനം അദ്വയം അവ്യയം ഏകം ഒന്നേ ഉള്ളൂ. പരിപൂർണാത്മാനം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഒന്നേ ഉള്ളൂ. ആ പൂർണ്ണമായിട്ടുള്ളത്, അതിന് ആ പരമമായിട്ടുള്ള ആ ശക്തിനെ നമ്മൾ നമസ്കരിക്കണം. ആ പരമമായ ശക്തി ഇവിടെ ശ്രീരാമചന്ദ്രൻ മനുഷ്യരൂപത്തിൽ വന്ന് അവതരിച്ചതാണ്. ആ പരമാത്മാവിനെയാണ് ഞാൻ നമസ്കരിക്കുന്നത്. ആ പരമാത്മാവിനെ നമസ്കരിക്കണു എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ സ്തുതിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുക, വിധിമാധവ ശംഭുരൂപഭേദേന ഗുണത്രദയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശ മുനിജനസ്തുതമവ്യക്തമജം ക്ഷിതിജാ മനോഹരം പ്രണതോസ്മ്യഹം രാമം. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ രൂപഭേദങ്ങൾ, നമ്മൾ ബ്രഹ്മാവ് സൃഷ്ടിയാണ്, വിഷ്ണു സ്ഥിതിയാണ്, ശിവൻ സംഹാരമാണ് എന്നൊക്കെ പറഞ്ഞ് 3 തരത്തിൽ പറയുന്നുണ്ടെങ്കിലും അതൊക്കെയും ആ ഭഗവൻ സ്വരൂപം തന്നെയാണ്. അത് രൂപഭേദങ്ങളേ ഉള്ളൂ. നമ്മൾ പറയില്ലേ 33 ദേവന്മാരുണ്ടെന്ന് നമുക്ക് പറയുന്നുണ്ട്. ആ 33 ദേവന്മാരെന്ന് പറഞ്ഞാലും അതിലൊക്കെ ഉള്ളത് ഒരാത്മാവ് മാത്രമേ ഉള്ളൂ. ആ ഒരു രൂപം മാത്രമേ ഉള്ളൂ. അതാണ് പറയുന്നത്. അങ്ങനെ ആ ഒരാൾ മാത്രമേ ശോഭിക്കുന്നുള്ളൂ. അദ്ദേഹത്തിനോ അവ്യക്തനാണ്, ജന്മരഹിതനാണ്. ജനന മരണ ദുഃഖങ്ങളൊന്നും അനുഭവിക്കില്ല. ജനന ദുഃഖ മരണങ്ങളൊന്നും ഇല്ല. ജനനവും ഇല്ല, മരണവും ഇല്ല. ഒരു നിജമായിട്ടുള്ള ഒരു രൂപമാണ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്രനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെയോ മന്മഥ ശതകോടി സുന്ദരകളേവരം ജന്മനാശാദിഹീനം ജന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമപ്യനാധാരം നിർമ്മമമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം. എങ്ങനെയാണ് 100 കോടി മന്മഥ ശതകോടി സുന്ദര കളേവരം. ഒരു കാമദേവൻ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല സുന്ദര രൂപമുള്ളതാണ്. അത് 100 കോടി കാമദേവന്മാരുടെ ഭംഗിയുള്ള സുന്ദര ശരീരമുള്ളവനാണ്. പിന്നെ ജനന മരണങ്ങളില്ലാത്തവനും ജഗന്മയനും നിർമ്മലനും കർമ്മധർമാധാരങ്ങൾക്ക് ആധാരമായിട്ടുള്ളത്. എന്ത് കർമ്മങ്ങളും അകർമ്മങ്ങളും എല്ലാറ്റിനും മൂലകാരണം ഈ ഭഗവത് സ്വരൂപം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആ ആത്മാരാമനമായ രാമനെ ഞാൻ നമസ്കരിക്കണു എന്ന് പറഞ്ഞിട്ടാണ് നമസ്കരിക്കുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ നമ്മൾ പൂർണ്ണമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് നമ്മളുടെ ദുഃഖങ്ങൾ, ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ വരുമ്പോൾ മാത്രം പോരാ ഭഗവത് സ്മരണം. അത് പലർ ഇത് പറയാറുണ്ട്. നമ്മൾ വഴിപാട് കഴിക്കുമ്പോൾ പറയാറുണ്ട്, ഇന്ന ദുഃഖം ഉണ്ടാവാതിരിക്കാൻ വഴിപാട് കഴിക്കുക, ഇന്ന അസുഖം മാറാൻ വഴിപാട് കഴിക്കുക. നല്ലതാണ്, വേണം. പക്ഷേ അതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് വേണം? ഇങ്ങനെ വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെല്ലുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ അതിന് ബലം ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ. പക്ഷേ ചിലവർ ചോദിക്കും, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടും എനിക്കെന്താ പിന്നെ എന്താ അങ്ങനെ വരണമെന്ന് ചോദിക്കും. കാരണമുണ്ട്. കാരണം എന്താ? അത് നമ്മളുടെ കർമ്മഫലമാണത്. അതിന് ഫലം അത് അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല. പണ്ട് ഇത് പറയാറില്ലേ, എന്താ രാഹു കഴിച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു നിമിത്തം കാണുമെന്ന് പറയും. അതേമാതിരിയേ ഉള്ളൂ. അത് തലയിൽ വന്നത് ചെവിയിൽ കൊണ്ടു, കണ്ണിൻ്റെ പിരികത്ത് കൊണ്ടു എന്നൊക്കെ പറഞ്ഞത് നമ്മൾ പറയാറുണ്ട്. അതേമാതിരിയുള്ളൂ. അത് വരുന്നത് വഴി തങ്ങാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഓരോരുത്തരുടെയും കർമ്മത്തിനനുസരിച്ചിട്ടും ആണ് നമ്മൾക്ക് ഓരോ
ശരീരം കിട്ടി, അല്ലെങ്കിൽ ഓരോ കർമ്മങ്ങൾ നമ്മൾ വരുന്നത്. ആ കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചും കൊണ്ടേയിരിക്കണം, അതിന് യാതൊരു വ്യത്യാസവും. ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ വരുന്ന വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ അതിന് വരുന്ന ദോഷങ്ങൾ കുറയ്ക്കാൻ ഈ നാമജപം കൊണ്ടും അല്ലെങ്കിൽ ക്ഷേത്രദർശനം കൊണ്ടും നമുക്ക് സാധിക്കും. അതിന് യാതൊരു സംശയമില്ല. ഇപ്പോൾ പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞു, ഈ നമ്മൾ വായിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? അതിലേക്ക് മാത്രമേ ശ്രദ്ധയുള്ളൂ. ഒരാൾ അപ്പുറത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കില്ല. അപ്പോൾ എന്താ, ആ പുസ്തകത്തിൽ ഈ രാമായണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്? അതിൽ ഇല്ലാത്തതൊന്നുമില്ല. രാമായണം നമ്മളതിനെ എവിടേക്കൊക്കെ കൊണ്ടുപോകും? ഒരു എന്താ പറയുക, ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുപോകും, ധർമ്മമാർഗത്തിലേക്ക് കൊണ്ടുപോകും. ഏതിലേക്ക് തിന്മയിൽ നിന്ന് നമ്മളെ നന്മയിലേക്ക് നയിക്കും. എനിക്ക് യാതൊരു സംശയമില്ല. മഹാഭാരതം എങ്ങനെയാണ് ധർമ്മമാർഗത്തിലേക്ക് കൂടെയാണ് അധികം നമ്മളെ പഠിപ്പിക്കുന്നത്. അതേസമയം ഭാഗവതം നമ്മളെ ഭക്തിമാർഗത്തിലാണ്. കാരണം എന്താ, പരീക്ഷത്തിന് മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഇതിലാണ്. അപ്പോൾ നമ്മൾ ഭക്തി കൂടെയാണ് നമ്മൾ വേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം പിന്നെ എന്താ പറയുക, ഗോപികമാരുടെയൊക്കെ ഭക്തിനെ പറ്റിയിട്ടാണ് പറയണത്. അതേസമയം മഹാഭാരതം ധർമ്മമാർഗ്ഗമാണ്. പക്ഷേ ഈ ധർമ്മമാർഗത്തിൽ കൂടിയും ഭക്തിമാർഗത്തിൽ കൂടിയും നമ്മൾക്ക് ഭഗവാനിലെത്താൻ അല്ലെങ്കിൽ ആ പരമ ചൈതന്യം നമുക്ക് മനസ്സിലാക്കാൻ രാമായണം നമുക്ക് പ്രാധാന്യം നൽകേണ്ടത്. കാരണം രാമായണത്തിൽ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഏതും ഉന്നതമൊന്നുമില്ല. ഓരോ നമ്മളുടെ കർമ്മേന്ദ്രിയങ്ങളെയും പോഷിപ്പിച്ചും കൊണ്ടും അല്ലെങ്കിൽ ആ കർമ്മേന്ദ്രിയങ്ങൾക്ക് ഉള്ള അനുഗ്രഹം തന്നുകൊണ്ടാണ് രാമായണം മുഴുവനും നമ്മൾ വായിക്കുന്നത്. 6 കാണ്ഡത്തിലും അങ്ങനെ തന്നെയാണ്. ബാലകാന്ഡം നമ്മൾ പറയും കണ്ണാണെന്ന് പറയും. ബാലകാന്ഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് നമ്മൾ വായിച്ച് ഭഗവാൻ സ്വരൂപം കാണുക, അങ്ങനെയുള്ളതിനെ പറ്റിയിട്ട് അതിനെ നമ്മളങ്ങോട്ട് ഉറപ്പിക്കേണ്ടതിന്. അങ്ങനെ ഓരോന്നും പിന്നെ നമ്മളേനെ ഇന്ദ്രിയങ്ങളേനെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടല്ലോ, ആ കർമ്മേന്ദ്രിയങ്ങളാണ് ഈ പിന്നെ അധ്യാത്മരാമായണം 6 കാണ്ഡം എന്ന് പറയും. ആ 6 കാണ്ഡത്തിൽ കൂടെ നമ്മൾ പോകുമ്പോഴും ആ യുദ്ധകാണ്ഡമൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് മനസ്സ് ആണ് പറയുന്നത്. മനസ്സിലേക്ക് നമ്മൾക്ക് രാമനെ അങ്ങോട്ട് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞിരിക്കും. അതേമാതിരി ഇപ്പോൾ നമ്മളിവിടെ ആരണ്യകാന്ഡമാണ് വായിക്കുന്നത്. ഇനി കിഷ്കിന്ധാകാന്ഡം വായിക്കാണ്ട്. അയോധ്യകാന്ഡം ചെവിക്ക് പ്രാധാന്യം. ലക്ഷ്മണൻ്റെ ഉപദേശങ്ങൾ, ലക്ഷ്മണോപദേശം ഭരതന് കൊടുക്കുന്നത്, അങ്ങനെയുള്ളതൊക്കെ കേട്ടിട്ട് നമ്മളെ ചെവിയിലങ്ങോട്ട് ഭഗവാനെ പറ്റിയിട്ടുള്ളത് നിറഞ്ഞിരിക്കും. എത്ര പ്രാവശ്യം അറിയുന്നുണ്ട് ഭഗവാന് ശ്രീരാമദേവനെ പറ്റിയിട്ട്. വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഭരതന് ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശ്രീരാമദേവൻ പിന്നെ ഇതിനു വേണ്ടിയിട്ട് വന്നതാണ്, അവതരിച്ചതാണ്, അതുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞിട്ട് 14 വർഷം ഇതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെവിയിൽ കേട്ടിട്ട് ആ ഭഗവാനെ സ്മരിച്ചും കൊണ്ട് ആ പാതുകം വെച്ചിട്ടാണ് പൂജിക്കുന്നത്. അതേമാതിരി ആരണ്യകാണ്ഡത്തിൽ മൂക്കിനെ പറ്റിയിട്ടാണ്. മൂക്കിന് എന്താ പറയുക? മൂക്കിന് വാസന എന്താ? വാസന എങ്ങനെ ഉണ്ടാവും? വാസന പിന്നെ പൂർവജന്മാർജിതമായിട്ടുള്ളതാണ്. ഇവിടെ നോക്കൂ, ജഡായുവിന് പൂർവജന്മാർജിതമായിട്ടുള്ള ആ ഭഗവത് ഭക്തി ഉണ്ടാവുകൊണ്ടാണ് ആ സത്സംഗം ഉണ്ടായത്. മുനിമാരേനെ എത്ര ആൾക്കാരിനെയാണ് കാണുന്നത്. അവരൊക്കെ പിന്നെ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരായിരുന്നു. അഗസ്ത്യൻ, പിന്നെ കുറേ പേരുണ്ടായില്ലേ, സുധീഷ്ണാശ്രമ പ്രവേശം, അങ്ങനെ പലവരും അവരുടെ മുജ്ജന്മ വാസനകളെ ഭഗവത് പാദത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അതാണ് ആരണ്യകാന്ഡം അതിലങ്ങനെ പറയാൻ കാരണം. ഇനി നമുക്ക് വാങ്ങിക്കും കിഷ്കിന്ധാകാന്ഡം ത്വക്കിനെ പറ്റിയിട്ടാണ്. അത് നമുക്ക് നാളെ സംസാരിക്കാം. ഇനിയിപ്പോൾ പിന്നെ ഇവിടെ ആരണ്യകാന്ഡത്തിൽ കാമവാസനകൾ, അതേമാതിരി ഇപ്പോൾ അതാ പിന്നെ ശൂർപ്പണഖയ്ക്ക്, അതേമാതിരി രാവണന് ആ കാമവാസന വന്നതുകൊണ്ടല്ലേ ഈ പിന്നെ സീതേനെ കൊണ്ടുപോകണമെന്നും ഒക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ടായത്. അതേമാതിരി ശൂർപ്പണഖയ്ക്ക് ഈ രാമലക്ഷ്മണന്മാരെ കണ്ടപ്പോൾ അവരതിനെ കാമിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ആ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അതാണ് ഈ കാരണ്യകാന്ഡം നമ്മൾ ആചാര്യന്മാർ പറയും മൂക്കെന്ന് പറഞ്ഞാൽ വാസന. ആ വാസന ആയിട്ടുള്ള, അതായത് കർമ്മ വാസനകളെ ആണ് പറയുന്നത്. ഇവിടെ
ഇവിടെയും തന്നെയാണ് ഈ പിന്നെ ആ പഞ്ചവടിയിൽ വെച്ചിട്ട് ജടായുവിന് ആ ഒരു സത്സംഗം ഉണ്ടായതുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് ദേഹം വെടിയാനും അതേമാതിരി ആ ഭഗവത് പാർഷദന്മാരുടെ രൂപത്തിൽ അനുഗ്രഹം കിട്ടിയിട്ട് ഭഗവാനെ നന്നായിട്ട് അങ്ങോട്ട് സ്തുതിക്കാൻ സാധിച്ചു. ആ സ്തുതിയാണ് ഇപ്പോൾ നമ്മളിവിടെ വായിച്ചത്. ഈ പരമാത്മാവായിട്ടുള്ള ഭഗവാനല്ലാതെ വേറെ യാതൊന്നും ഇല്ല നമുക്ക് സേവിക്കാനായിട്ട്. ആ പാദങ്ങളെ അനുഗ്രഹിക്കണം, ആ പാദങ്ങൾ എന്നും എൻ്റെ മനസ്സിലുണ്ടാവണേ എന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കുക. ഇതിന് എല്ലിനും കർമ്മത്തിനും ധർമ്മത്തിനും ഒക്കെ ആധാരമായിട്ടുള്ള ആ പാദങ്ങൾ എന്നും എൻ്റെ മനസ്സിലുണ്ടാവണേ, അതിനെ ഞാൻ നമസ്കരിക്കണോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് നമസ്കരിച്ചു. അത് കേട്ടപ്പോൾ എന്തായി? സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി. അസ്തുതേ ഭദ്രം ഗച്ഛാപദം മേ വിഷ്ണോപുരം. ഈ സ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടും കൊണ്ടാൽ ഭക്തനായുള്ളവനും അന്നീടം മത്സാരൂപ്യം. പക്ഷീന്ദ്ര നിന്നെപ്പോലെ മൽപരായണനായാൽ. ഈ സ്തുതി ആരാണോ വളരെ ഭക്തിയോട് കൂടിയിട്ട് സ്തുതിക്കുന്നത് അല്ലെങ്കിൽ എന്നെ സേവിക്കുന്നത് അവർക്കും ഈ പരമമായ ഭക്തി കിട്ടാതിരിക്കില്ല. അതിന് ഞാൻ അനുഗ്രഹിക്കുന്നു. രാമനാമം ചെല്ലുക, അതേമാതിരി രാമനാമം ചൊല്ലി ആ താരക മന്ത്രം ചൊല്ലി ഭഗവാനെ എന്നെ സ്മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു സംശയമില്ല, നിനക്ക് സൽഗതി ഉണ്ടാവും, ആര് ജപിച്ചാലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് അനുഗ്രഹിക്കുന്നത്. ഇവിടെ ഇന്ന ആളൊന്നൊന്നുമില്ല. പിന്നെ ശബരിക്ക് ഉപദേശം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, പക്ഷിയാണോ മൃഗമാണോ തിര്യക്കാണോ എന്താണെന്നൊന്നും യാതൊരു രൂപഭേദങ്ങളും ഇല്ല. ആര് എന്നെ സ്മരിച്ചോ അവർക്കൊക്കെ ഞാൻ മോക്ഷം കൊടുക്കും എന്ന് പറയുന്നുണ്ട്. ഭാഗവതത്തിൽ നമ്മൾ വായിച്ചു, ഗജേന്ദ്രൻ്റെ കഥ വായിച്ചു. ഗജേന്ദ്രൻ എങ്ങനെ ഉണ്ടായിരുന്നതാ? ആദ്യം ആ കർമ്മം അഗസ്ത്യശാപം കൊണ്ട്, അഗസ്ത്യശാപം എന്ന് പറയാൻ പറ്റുമോ? വരെന്ന് പറയണ്ടേ? കാരണം എന്താ? അഗസ്ത്യശാപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടായതുകൊണ്ട് ആനയായിട്ട് ജനിച്ചു. അതെന്താ കാരണം എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ കർമ്മങ്ങൾ ചെയ്യൽ കഴിഞ്ഞിട്ടില്ല. ആ കർമ്മം ചെയ്യാനുണ്ട്. ആ ചെയ്തൽ മുഴുവൻ കഴിഞ്ഞല്ലാതെ ഭഗവത് അനുഗ്രഹം കിട്ടില്ല. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മൾ കർമ്മഫലം എങ്ങനെയാണ് അനുഭവിക്കുക, അതെങ്ങനെയാണ് അനുഭവിക്കുക എന്ന് ചോദിക്കും. അത് നമ്മൾ വീണ്ടും വീണ്ടും ഏത് ജന്മത്തിലാണോ നമുക്ക് മോക്ഷം കിട്ടാനുള്ളത്, ആ മോക്ഷം കിട്ടുന്നവരെ നമ്മൾ ജന്മങ്ങളായിട്ട് അങ്ങനെ 1 2 എത്ര ജന്മം എന്നൊന്നും അറിയില്ല, ജനിക്കാൻ മരിക്കുക എന്നുള്ള ആ ഒരു അവസ്ഥ വരും. ആ ഒരു അവസ്ഥ വന്നിട്ട് അവസാനമാണ് നമുക്ക് ഇങ്ങനെ ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. ഈ മനുഷ്യജന്മം കിട്ടിയാൽ ഇനി നമ്മൾ എന്തുണ്ട്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇനി അടുത്തൊരു ജന്മത്തിലേക്ക് നമുക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്തു വെക്കണം. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ജന്മം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പക്ഷിമൃഗാദികളോ അല്ലെങ്കിൽ വേറൊന്നിലേക്ക് പോവാതെ വേറൊരു മനുഷ്യജന്മം തന്നെ കിട്ടിയിട്ട് നമുക്ക് മോക്ഷപ്രാപ്തിക്കുള്ള ഒരുക്കം ഇപ്പോൾ ഈ ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ നമുക്കുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ രാമനാമം ജപിക്കണം അല്ലെങ്കിൽ പുസ്തകം വായിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവാൻ കാരണം. അതുണ്ടായത് എന്തുകൊണ്ട്? ആ മുജ്ജന്മ വാസന കൊണ്ട് തന്നെയാണ്, അല്ലാണ്ട് നമുക്കൊന്നും സാധിക്കില്ല. അങ്ങനെ ആ മുജ്ജന്മ വാസന കൊണ്ട് നമ്മൾക്ക് ഈ ജന്മത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്യാനും അതിനൊക്കെ നമുക്ക് സാധിക്കണം. പിന്നെ ഈ ജടായുവിനോട് പറയുകയെന്ന് ഈ ഭഗവാൻ പറയാണ്, രാമനാമം ആരാണോ ചൊല്ലുന്നത് അവർക്കും ആ വാദത്തിൽ ചേരാൻ സാധിക്കും. ഭക്തിയോടുകൂടിയിട്ട്, ഭക്തി മാത്രമേ ഒന്നിനും കാര്യമുള്ളൂ. വേറൊരാളെ കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറൊരാളും നാരായണ നാമം ചൊല്ലുമ്പോൾ ഇത് പറയുന്നുണ്ട്, വേറൊരാൾക്ക് പരിഹസിച്ചും കൊണ്ട് ചെല്ലുകയാണ്. എൻ്റെ ഒരു രാമ എന്ന് പറഞ്ഞിട്ടാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് മോക്ഷം കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? എപ്പോഴാണ് ഈ തഥാസ്തു ദേവിമാർ
നമ്മളെ മുമ്പിൽ വരിക എന്നുള്ളത് നമുക്ക് പറയാനറിയില്ല. തഥാസ്തു ദേവിമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴായാലും എന്തെങ്കിലും നമ്മൾ സംസാരിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും വരില്ല എന്ന് പറഞ്ഞു വിചാരിക്കും. തഥാസ്തു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അങ്ങനെ വരില്ല, അങ്ങനെ പറയാറുണ്ട്. അതേമാതിരിയല്ല ഇവിടെ ആ രാമനാമം നമ്മൾ ഏത് സമയത്തും, അപ്പോൾ അങ്ങനത്തെ തഥാസ്തു ദേവതമാർ നമ്മളെ അനുഗ്രഹിക്കാതിരിക്കാൻ ഇനി ചെയ്യണ്ട എന്നുള്ളത് വരരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം, ഏത് സമയത്തും നമ്മളുടെ വർത്തമാനം പറയുന്ന സമയത്ത് അല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ ഊണ് വയ്ക്കുന്ന സമയത്ത് അല്ലാത്ത സമയത്ത് മുഴുവനും നമ്മളെ നാവിന് വേറെ പണിയൊന്നുമില്ല. കണ്ണി കണ്ടത് ആലോചിച്ചിരിക്കുമ്പോൾ തലയ്ക്കോ അല്ലെങ്കിൽ ബുദ്ധിക്കോ മാത്രമേ പ്രവൃത്തിയുള്ളൂ, നാവിനൊരു പണിയില്ല. ആ സമയത്ത് നമ്മൾ നാമം ചൊല്ലിക്കൊണ്ടിരിക്കാം, എപ്പോഴും നാമം ചെല്ലാം. നാരായണ നാരായണ രാമ 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 ചെല്ലാം. ഏതാണോ നമ്മളുടെ നാവിൽ വരുന്നത്, എളുപ്പം വരാൻ പറ്റുന്ന നാമം ഏതാണോ അതങ്ങോട്ട് ചെല്ലുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നാമം ചെല്ലാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നാവുണ്ട്. ഇപ്പോൾ തവളയ്ക്ക് ആനയ്ക്കൊക്കെ വലിയ നാവുണ്ട്. എന്താ ഉണ്ടായിട്ടെന്താ കാര്യം? ഒരു പ്രാവശ്യം നാമം ചെല്ലാൻ പറ്റുമോ? അവർ ചെല്ലുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല, നമുക്ക് കേൾക്കാൻ മനസ്സിലാവില്ല. അതേമാതിരി അല്ലാതെ നമുക്ക് നല്ല നാവ് തന്നിരിക്കുന്നത് എന്തിനാ? നല്ല സ്വാദുള്ള ഭക്ഷണം കഴിക്കാനും നാമം ചൊല്ലിയിട്ട് ആ ഭഗവത് പാദത്തിൽ എത്താനും വേണ്ടിയിട്ടാണ്. അതിന് സംശയമൊന്നുമില്ല എന്ന് പറയണം. രാമനാമം ആരാണോ ചൊല്ലുന്നത് അവർക്കും ആ പാദത്തിൽ ചേരാൻ സാധിക്കും, സംശയിക്കേണ്ട ഭക്തന്മാരെ. ചൊല്ലിക്കോളൂ. ഇനി നാളെ ആവാമെന്ന് കരുതാനും നിവൃത്തിയില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ എടുക്കുന്ന ശ്വാസം എപ്പോൾ നിൽക്കുന്ന പറയാനാവോ? ആർക്കും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണത്. ഈ പുല്ലിൻ്റെ തുള്ളിയിൽ വെള്ളം നിൽക്കുന്നുണ്ട്, ആ വെള്ളം ഒരു കാറ്റങ്ങോട്ട് വന്ന് കൊണ്ട് വീണിട്ടുണ്ടെങ്കിൽ വെള്ളം വീണ് പോയി താഴ്ത്തേക്ക്. അതേമാതിരിയുള്ള നമ്മളുടെ ഈ ജീവൻ എപ്പോൾ പോകുമെന്നുള്ളത് നമുക്ക് പറയാനറിയില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന നമ്മൾക്ക് എന്ത് വേണം? സദാ നാമം ചെല്ലാം. എന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴാച്ചാലും മോക്ഷം കിട്ടുന്ന ഉറപ്പാണല്ലോ. എപ്പോഴെങ്കിലും മരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ജനിച്ചാൽ മരിക്കുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുള്ളൊരു കാര്യം അത് മാത്രമേ ഉള്ളൂ. ആ മരിക്കും എന്നുള്ള അവസ്ഥ എപ്പോൾ വരും എന്നുള്ളത് നമുക്ക് പറയാനും അറിയില്ല. അപ്പോൾ എന്ത് വേണം? നമ്മൾ ഏത് സമയത്തും വെറുതെ ഇരിക്കരുന്ന സമയം ഉണ്ടാവരുത്. എപ്പോഴും രാമ 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 രണ്ടക്ഷരമേ ഉള്ളൂ, വേഗം ചെല്ലൽ കഴിയുകയും ചെയ്യും. അത് ചെല്ലിയും കൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സംശയമൊന്നുമില്ല, മോക്ഷം കിട്ടും എന്നുള്ള കാര്യത്തിന് സംശയമില്ല എന്ന് പറയണം. ഈ നമ്മൾ പറയാറുണ്ട്, നാരായണത്ത് ഭ്രാന്തൻ്റെ കഥ പറയാറുണ്ട്. നാരായണത്ത് ഭ്രാന്തൻ എന്തുണ്ടായി? ചുടല ഭദ്രകാളീനെ ചുടലക്കളത്തിൽ വെച്ചിട്ടാണ് ഒരു പ്രാവശ്യം ഭക്ഷണം പാകം ചെയ്തത്. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ചുടല ഭദ്രകാളിക്ക് മനുഷ്യരൂപങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നൃത്തം ചെയ്യാനും ഭക്ഷണം ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നൃത്തം ചെയ്യാൻ വന്ന സമയത്ത് നാരായണത്ത് ഭ്രാന്തൻ അവിടെ ഭക്ഷണം ഉണ്ടാക്കുക. ചുടലത്തിൽ എങ്ങനെ ചുടല ഭദ്രകാളിയെ വന്നത്? അപ്പോൾ എന്താ വെച്ചാൽ ചുടല എന്ന് പറഞ്ഞാൽ തീ കത്തിക്കൊണ്ടല്ലേ, വിറക് കത്തിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത് പോകാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പറ്റില്ല, ഞാൻ ഭക്ഷണം പാകം ചെയ്തിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറ്റില്ല, എനിക്കിവിടെ പിന്നെ എൻ്റെ ചുടല നൃത്തത്തിൻ്റെ സമയമാണ്, അതുകൊണ്ട് നീങ്ങി നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതൊന്നും പറ്റില്ല, ഞാൻ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം പാകം ചെയ്ത് പോവാൻ നിൽക്കുന്ന സമയത്ത് ചോദിച്ചു, എന്നെ കണ്ടതുകൊണ്ട് എന്തെങ്കിലും ഒരു വരം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വരോ? എന്ത് വരം എനിക്ക് തരാൻ പറ്റുക ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്ത് ചോദിച്ചോളൂ ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാൽ ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ എന്നാ മരിക്കുക ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇന്ന സമയത്ത് മരിക്കുന്നതാണോ? എന്നാൽ ഒരു സെക്കൻഡ്, ഒരു നിമിഷം അതിൻ്റെ മുന്നേ മരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചോ. അത് പറ്റില്ല പറഞ്ഞു. അങ്ങനെ വരാൻ തരാൻ പറ്റില്ല. എന്നാൽ അത് കഴിഞ്ഞാലോ? ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു നിമിഷം കഴിഞ്ഞിട്ട്, ഇപ്പോൾ ദേവി പറഞ്ഞതിനനുസരിച്ചിട്ട് ഒരു നിമിഷം കഴിഞ്ഞിട്ട് എനിക്ക് മരിച്ചാൽ മതി, അത് ആ വരം കിട്ടാൻ തരുന്നാൽ മതി പറഞ്ഞു. അപ്പം അതെനിക്കൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം എന്താ ഒരു ബ്രഹ്മദേവന് പോലും നമ്മളുടെ നിശ്ചയിച്ച് നമുക്ക് വരുന്ന സമയത്ത് നമ്മളുടെ തലയിൽ എഴുതിയിട്ടുണ്ട് ഇന്ന സമയം മരണം എന്നുള്ളത്. ആ മരണസമയത്തിന് എന്തെങ്കിലും കാരണം കൊണ്ട് അതിന് സംഭവിച്ചിരിക്കും. അതിന് നമ്മളെ കൊണ്ട് യാതൊന്നും നിവൃത്തിയില്ല.
എന്ന് പറഞ്ഞു. അവ പറഞ്ഞു, പിന്നെ എന്തിനാ എനിക്ക് വരം തന്നത്? ഒരു നാഴിക മാറ്റി വയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് എന്ത് വരാൻ എനിക്ക് വേണ്ടത്? എന്നാൽ എൻ്റെ ഒരു വേറെ എന്തെങ്കിലും ചോദിച്ചോളൂ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇടത്ത് കാലുമേലുള്ള മന്ത് വലത് കാലുമേലേക്ക് വെച്ച് തന്നാൽ മതി പറഞ്ഞു എന്നാണ് പറയണത്. അത്രയേ നമ്മൾ ദേവന്മാർക്കോ അല്ലെങ്കിൽ മാറിയുള്ള ദേവതമാർക്ക് തരാൻ പറ്റുള്ളൂ. നമ്മളുടെ മരണസമയം നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ എപ്പോൾ മരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് എപ്പോൾ മരിച്ചാലും ഞാൻ തയ്യാറാണ് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഭൗതിക ചിന്ത വിട്ടിട്ട് ആധ്യാത്മിക ചിന്ത വന്നേ പറ്റൂ. ആ ആധ്യാത്മിക ചിന്ത വരാൻ വേണ്ടിയിട്ട് ആധ്യാത്മിക ചിന്ത വന്നിട്ടുണ്ടെങ്കിലോ ബാക്കിയുള്ളതൊക്കെ പിന്നാലെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പം കാറിൻ്റെ ചക്രം പറയാറില്ലേ, 4 രഥത്തിൻ്റെ ചക്രം മാതിരിയാണെന്ന് പറയും. ആ മുന്നിലുള്ളതും 4 ചക്രം ഒരേമാതിരി പോയാൽ തന്നെ ധർമാർത്ഥ കാമ മോക്ഷത്തിന് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അതേസമയം ആ കാറ് എങ്ങോട്ട് തിരിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ബുദ്ധി മനസ്സുമാണ് തീരുമാനിക്കേണ്ടത്. അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ സാധിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളുടെ സമയം ഇനി നാളേക്ക് വെക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കണ്ട. ഇന്ന് തന്നെ, അപ്പം അതാണ് നമ്മൾ ഭജന ചൊല്ലിയില്ലേ, ഇന്ന് തന്നെ നമുക്ക് തുടങ്ങാം എന്ന് പറയുന്നുണ്ട്. അതേമാതിരി ഇന്ന് തന്നെ നമുക്ക് രാമനാമം ജപിക്കാനും ആ രാമദേവ പാദങ്ങൾ നമ്മളുടെ മനസ്സിൽ വരാനും വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് തന്നെ പ്രാർത്ഥിക്കണം. അതേമാതിരി ഭാഗവതത്തിൽ നമ്മൾ അജാമിളൻ്റെ കഥ പറഞ്ഞു. അജാമിളൻ എങ്ങനെയാണ് ഒരൊറ്റ പ്രാവശ്യം നാരായണാന്ന് അവസാന നിമിഷം നാരായണാന്ന് ചൊല്ലാൻ സാധിച്ചു. എന്തുകൊണ്ട്? ആ പൂർവാഭ്യസ്തം ഉണ്ടാവുകൊണ്ട്, ആദ്യകാലത്ത് നാമം ചൊല്ലി പരിചയം ഉണ്ടായതുകൊണ്ട് മകന് പേരിട്ടിട്ട് ആ മകനെ വിളിക്കാന്നുള്ള ഇതിൽ വിളിച്ചതാണെങ്കിലും കൂടി ഭഗവാൻ ഒപ്പെത്തി വന്നു. അതേമാതിരി നമ്മൾക്ക് അതേമാതിരി ഗഡ്വാങ്ക മഹർഷിയുടെ കഥ പറയുന്നുണ്ട്. ഒരു ശ്വാസത്തിന് സമയമുള്ളൂ ഇത്ര, മരണം അടുത്തു എന്ന് വന്നപ്പോൾ ആ ഒരു ശ്വാസം പിടിച്ചിട്ട് ഇരുന്നു യോഗാഭ്യാസം കൊണ്ട്. എന്നിട്ട് ഭഗവാന് ശ്രീരാമചന്ദ്രനെ കണ്ടതോട് കൂടിയിട്ട് ആ രൂപം മനസ്സിൽ ധ്യാനിച്ച് അല്ലെങ്കിൽ ആ രൂപം പ്രത്യക്ഷത്തിൽ കണ്ടിട്ട് ജീവൻ വെടിഞ്ഞു, ഭഗവാന്റെ അടുത്തേക്ക് എത്തി എന്ന് പറയുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾക്കും എത്താൻ സാധിക്കും. മനുഷ്യജന്മം കൊണ്ട് എത്താൻ സാധിക്കാത്ത യാതൊന്നുമില്ല. അതെന്ത് വേണം? നമ്മളുടെ ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിന് ശ്രമിച്ചും കൊണ്ട് ഏത് സമയത്തും ആ ഭഗവത് സ്മരണയോട് കൂടിയിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല എത്തും എന്നുള്ളതിന്. അത് അനുഭവങ്ങൾ ധാരാളത്തിലേറെയാണ് ഓരോ കാര്യങ്ങളും. അതുകൊണ്ട് അത് നമ്മൾ വിശ്വാസം, ഭക്തിയും വിശ്വാസവും. ഭക്തി മാത്രം പോരാ, അതിൽ വിശ്വാസം കൂടി വേണം. ഇതിൽ പറഞ്ഞ കൂട്ടത്തിൽ ഒരു തടാകം കടക്കാൻ, പുഴ കടക്കാൻ വേണ്ടിയിട്ട് രാമരാമാന്ന് എങ്ങനെയാണ് തോണിയൊന്നും കടക്കാൻ കാണാനില്ല. അപ്പോൾ എങ്ങനെയാണ് കടക്കുക എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു മഹർഷി ഇരിക്കുന്നുണ്ട്. ആ മഹർഷിയോട് ചോദിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും വഴി ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ആ മഹർഷിയുടെ അടുത്തെത്തിയപ്പോൾ മഹർഷി പറഞ്ഞു, തോണിയൊന്നും കാണാനില്ല, എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്തും വേണം എന്ന് പറഞ്ഞു. അതെയോ, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു മന്ത്രം തരാം, അത് കയ്യിലും അടക്കി പിടിച്ചോളൂ, അപ്പുറത്ത് ചെന്നിട്ടേ തുറക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിൽ പിടിച്ചു. ആ വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ കയ്യിൽ മന്ത്രമുണ്ട്, അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ വീഴില്ല എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് പുഴ കടന്ന് പുറത്ത് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞ് നോക്കുമ്പോൾ, കൈ തുറന്ന് നോക്കുമ്പോൾ അതിൽ രാമ 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 എന്ന് എഴുതിയിട്ടുള്ള ഒരു ഇതാണുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ഭക്തിയും വിശ്വാസവും ഉണ്ടാവുകൊണ്ട് പുഴ കടന്നു പോയി എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. വിശ്വാസമില്ലാത്ത ആൾ എന്താണ് എന്നുള്ളത് തുറന്ന് നോക്കി അപ്പോൾ താഴ്ത്തേക്ക് വീണു. രാമ രാമ ഇതേ ഉള്ളൂ എന്ന് ചോദിക്കലും താഴ്ത്തേക്ക് വീണു എന്നുള്ള കഥ പറയാറുണ്ട്. അതേമാതിരി നമുക്ക് ഭക്തിയും വിശ്വാസവും നമ്മളൊപ്പം ഉണ്ടോ, നമ്മൾക്ക് യാതൊരു വക പേടിയാവട്ടെ, യാതൊരു വക ദുഃഖങ്ങളും നമ്മൾക്കുണ്ട്. കാരണം എന്താ? ദുഃഖങ്ങൾ നമ്മളെ കർമ്മങ്ങളെ കൊണ്ടാണ് വരുന്നത്. ആ കർമ്മങ്ങൾ നമ്മൾ അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ വേറൊരു ജന്മത്തിൽ അത് വീണ്ടും അനുഭവിക്കേണ്ടി വരും. അത് ഉണ്ടാവാതിരിക്കാനും അല്ലെങ്കിൽ അതിന് കാഠിന്യം കുറയ്ക്കാനും നാമജപം കൊണ്ട് സാധിക്കും
അതിന് സംശയമില്ല എന്നുള്ള കാര്യം പറയണം. എന്നിട്ട് ഈ എപ്പോൾ നമുക്ക് മരണം എന്ന് പറഞ്ഞത് മാറ്റിവെക്കാൻ പറ്റില്ലാണോ, അതുകൊണ്ട് നമുക്ക് ഈ നിമിഷം നമുക്ക് എന്ത് ചെയ്യാം, രാമനാമം ചൊല്ലിക്കൊണ്ട് നമ്മളുടെ കർമ്മങ്ങളും നമ്മളുടെ ഭാവങ്ങളും എല്ലാതും നമുക്ക് അതിന് ചെയ്യാനാവണം. അതിന് നമുക്കൊരു ചെറിയൊരു ഭജനയല്ല. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ 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 ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ 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 ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ രാമ. ആ രാമനാമങ്ങൾ മുക്തിദായകമായിട്ടുള്ള ആ പുണ്യനാമം, ശങ്കരാദി സേവ്യമാന പുണ്യനാമ കീർത്തനം, ഉമാശങ്കരന്മാർ പോലും സ്തുതിക്കുന്ന അല്ലെങ്കിൽ ആ ചൊല്ലിയും കൊണ്ടിരിക്കുന്ന ആ രാമനാമം നമ്മൾക്കും എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിനി അടുത്ത പ്രകരണം നോക്കാം. ഇനി അടുത്ത പ്രകരണം എന്താ? സീതാദേവിനെ അന്വേഷിച്ചുകൊണ്ട് ജടായുവിന് മോക്ഷം കൊടുത്തതിന് ശേഷം വീണ്ടും ഇനി എവിടെയാണ് എന്നുള്ളത് അന്വേഷിച്ചും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ജടായുവിന് മോക്ഷം കൊടുക്കുക കഴിഞ്ഞു. ഇനി സീതാദേവിനെ അന്വേഷിച്ചും കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. പെട്ടെന്നൊരു വിചിത്ര ജീവിനെ കണ്ടു. ആ സത്വത്തിന് നീണ്ട കൈകളാൽ ചുറ്റിപ്പിടിക്കപ്പെട്ടതായിട്ട് അറിഞ്ഞു. മുന്നോട്ട് അവർക്ക് നടക്കാൻ പറ്റണില്ല. അവരതിന് ആരോ പിടിച്ചു വെച്ച മാതിരി അങ്ങോട്ട് തോന്നി. ആ ഭീകര സത്വത്തിന് കണ്ണും മൂക്കും ഒന്നുമില്ല, വയറ് മാത്രമേ ഉള്ളൂ. ഉദരനിമിത്തം ബഹിർദവേഷം എന്ന് പറഞ്ഞ മാതിരിയാണ്. വയറ് മാത്രമേ ഉള്ളൂ, വേറെ യാതൊന്നും കാണാനുമില്ല. അപ്പോൾ ഈ രക്ഷസിൻ്റെ കയ്യിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു, ഇനി എങ്ങനെയാണ് നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുക, നമ്മളെയും ഇങ്ങനെ ഭക്ഷിക്കുമോ എന്ന് വിചാരിക്കുക. അപ്പോൾ ലക്ഷ്മണൻ പറയാണ്, ഇല്ല, ഇത് നമ്മൾ എന്തിനാ നമ്മൾ വ്യാകുലപ്പെടുന്നത്, നമ്മളെന്തിനാണ് വിഷമിക്കണത്, നമ്മളുടെ കയ്യിൽ ആയുധങ്ങളില്ലേ, രണ്ട് പേരും അങ്ങോട്ട് ഓരോ കൈയായിട്ട് അങ്ങോട്ട് അറക്കുക. അപ്പോൾ എന്താ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ നോക്കാലോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഓരോ കൈ അങ്ങോട്ട് മുറിച്ചു. ശ്രീരാമദേവൻ വലതുകരവും ലക്ഷ്മണകുമാരൻ ഇടതുകരവും രണ്ടുപേരും അങ്ങോട്ട് മുറിച്ചോടും. ആ നിമിഷമുണ്ടായ സത്സംഗം കൊണ്ട് ഒരു നിമിഷം ആ കൈ മുറിച്ചു, അത്രേ ഉണ്ടായുള്ളൂ. അതേമാതിരി ആ കയ്യിനാൽ ചുറ്റപ്പെട്ടു അവർ. ഭഗവാന് ആ കയ്യിനാൽ ചുറ്റപ്പെട്ടു. മുറിക്കണത് മാത്രമല്ല, ആ കബന്ധൻ ആ നീണ്ട കൈകളാൽ ഉള്ളിൽ പെട്ടു. നീണ്ട കൈകളുടെ ഉള്ളിൽ ഭഗവാൻ പെട്ടു. ആ ഒരു നിമിഷ നേരത്തെ സത്സംഗം കൊണ്ട് ഈ കബന്ധൻ എന്ത് വന്നു, ഇതാരോ ആണ്, ഇത് അസാധാരണമായ ആരോ ആണ്, എന്നെ രക്ഷിക്കാൻ വന്ന ആരോ ആണ്, ശ്രീരാമചന്ദ്രനായിരിക്കും എന്നുള്ള ഒരു ബോധം പെട്ടെന്ന് വന്നു. അതാണ് പറഞ്ഞത്, ഈ സത്സംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം കൊണ്ട്. നമ്മൾ രത്നാകരൻ്റെ കഥ പറഞ്ഞില്ലേ, ഒരു സപ്തർഷികളേനെ കണ്ടിട്ട് അവരേനുണ്ടായ ഒരു ചെറിയ സത്സംഗം കൊണ്ട്, കണ്ട മാത്രയിലുണ്ടായ സത്സംഗം കൊണ്ടാണ് ഉണ്ടായത്. അതേമാതിരിയാണ് ഇവിടെ ഈ കബന്ധനും. അതെ, ശ്രീരാമദേവൻ എല്ലാവരും അങ്ങോട്ട് പാദത്തിൽ നമസ്കരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താ ചെയ്തത്, ശ്രീരാമദേവനെ തൻ്റെ കൈകൊണ്ട് ചുറ്റിയാണ് ചെയ്തത്. ആ ഒരു സത്സംഗം കൊണ്ട് ഒരു നിമിഷം കൊണ്ടേ ഉണ്ടായുള്ളൂ. ആ സത്സംഗം കൊണ്ട് തന്നെ ജ്ഞാനിയായിട്ട് മാറി കബന്ധൻ. അപ്പോൾ തന്നെ ചോദിക്കുക, ഇത് എന്തിനാ, നിങ്ങൾ അങ്ങ് ആരാണ്, ഇത് ഇവിടെ എന്തിനാ വന്നത് കാട്ടിലേക്ക്, എന്നോട് സത്യം പറയൂ എന്നൊക്കെ പറയുക. അപ്പോൾ ഭഗവാൻ പറയണം, ദശരഥ മഹാരാജാവിൻ്റെ 4 മക്കളിൽ മൂത്തവനായ രാമനാണ് ഞാൻ, കൂടെ ലക്ഷ്മണനുണ്ട്, ഞങ്ങളുടെ കൂടെ സീതാദേവി ഉണ്ടായിരുന്നു. സീതാദേവിനെ ഒരു നിശാചരൻ കട്ടുകൊണ്ടുപോയി. അപ്പോൾ അത് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഞങ്ങളേനെ കൈ ചുറ്റിപ്പിട്ടു. അതുകൊണ്ടാണ് ഇവിടെ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോ കൈകൾ മുറിച്ചു, അത്രയേ ഉള്ളൂ. ഇനി നീ ആരാണെന്ന് പറയൂ എന്ന് പറയണം. അപ്പോൾ പറയാണ്, ഞാൻ വൈകുണ്ഠവാസനായ
ശ്രീരാമദേവനാണെന്നാണ് തോന്നുന്നത്. കാരണം അല്ലാതെ ആരും എൻ്റെ കൈ മുറിക്കാൻ ധൈര്യപ്പെടില്ല എന്ന് പറയാ കബന്ധൻ. യൗവനത്തിൽ വളരെ ഇതായിരുന്നു. കാരണം തൻ്റെ സൗന്ദര്യത്തിൽ മതിമറന്നിട്ട് അഷ്ടാവക്ര മുനീനെ ഞാൻ അപമാനിച്ചു. ആ ഗന്ധർവനായുള്ള ഞാൻ അപമാനിച്ചു. അപ്പോൾ അദ്ദേഹം എന്നെ ശപിച്ചു. എങ്ങനെ? നിൻ്റെ സൗന്ദര്യം കാരണമല്ലേ എന്നെ പരിഹസിച്ചത്, അതുകൊണ്ട് നീ വിരൂപനായിട്ടുള്ള ഒരു രാക്ഷസനായി പോരട്ടെ എന്ന് ശപിച്ചു. പക്ഷേ ഈ മുനിമാരെങ്ങനെയാണ്? ക്ഷിപ്രകോപികളുമാണ്, ക്ഷിപ്ര അനുഗ്രഹം കൊടുക്കുന്നവരുമാണ്. അനുഗ്രഹവും ഒപ്പം കൊടുക്കും. ദേഷ്യം വന്നു അപ്പോൾ മറ്റേ സനകാദി മുനികളേനെ കണ്ടില്ലേ, അവരേനെ അങ്ങോട്ട് കടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അസുരജോനിയിൽ പോയി ജനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജയവിജയന്മാരെ ശപിച്ചു. ഒപ്പം അനുഗ്രഹവും കൊടുത്തു. ഭഗവാനാ തന്നെ നിങ്ങൾ വധിക്കപ്പെടും, അത് കഴിഞ്ഞ് പാർഷദന്മാരായി മാറുന്നു. അതേമാതിരി മുനിമാരെ എപ്പോൾ അവർക്ക് കോപം വരുന്നു, ആ കോപം വന്നിട്ടുണ്ടെങ്കിൽ അവർ ശപിക്കും. ആ ശപിച്ചു കഴിഞ്ഞാലോ അത് അവർ ക്ഷിപ്രപ്രസാദികളായി മാറിയിട്ട് എന്നും ആ ഭഗവത് സാന്നിധ്യം ഉണ്ടാവാൻ തക്ക തരത്തിലുള്ള വരെ കൊടുക്കുകയുള്ളൂ. അങ്ങനെയാണ് മുനിമാരുണ്ടാവുക. അങ്ങനെ ആ മുനിമാർ അനുഗ്രഹിക്കുകയും ചെയ്തു. ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിക്കും. ആ അവതരിക്കുന്ന സമയത്ത് നിൻ്റെ കരങ്ങൾ ഛേദിക്കും. അങ്ങനെ ഛേദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രീരാമചന്ദ്രനാവും, അന്ന് നിനക്ക് മോക്ഷം കിട്ടും എന്ന്, ശാപമോക്ഷം കിട്ടും എന്നുള്ളത് അനുഗ്രഹവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാക്ഷസനായിട്ട് ഇരിക്കുന്ന സമയത്ത് മതോന്മത്തനായി. കാരണം എന്താ? തന്നെ ആരും നിഗ്രഹിക്കില്ലല്ലോ എന്നുള്ള അഹങ്കാരം വന്നപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ പറഞ്ഞ മാതിരി ഹിരണ്യകശിപുവിനെ ഭഗവാനല്ലാണ്ട് ആരും കൊല്ലില്ല, ഭൂമിയിലുള്ളത് ആരും കൊല്ലില്ല, ജനിച്ചതാരും കൊല്ലില്ല, വളരുന്നത് കൊള്ളില്ല. അങ്ങനെയുള്ള 108 അനുഗ്രഹങ്ങളുണ്ടല്ലോ. ആ വരപ്രസാദം കൊണ്ട് ദുർമത്തനായി. അതേമാതിരി ഇവിടെ ത്രേതായുഗത്തിൽ ഭഗവാൻ അവതരിപ്പിക്കുമ്പോഴല്ലേ എന്നെ കൊല്ലുള്ളൂ എന്നുള്ള ആ ഒരു മുഷ്ടിയോട് കൂടിയിട്ട് ദേവേന്ദ്രനെയും എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങി. ഇങ്ങനെ ദേവേന്ദ്രൻ ചന്ദ്രഹാസം കൊണ്ട് തലവെട്ടിയപ്പോൾ ജീവൻ പോണില്ല. അപ്പോഴാണ് നാരദൻ പറയുന്നത് അദ്ദേഹത്തിനെ വധിക്കാൻ പറ്റില്ല, കബന്ധനെ വഹിക്കാൻ പറ്റില്ല, രാക്ഷസനായിട്ട് ഇരിക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വയറ് കുക്ഷിയിൽ തലയും വയ്ച്ച് ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്, ഭക്ഷണം എങ്ങനെയായാലും കഴിക്കണ്ടേ, ജീവിച്ചിരിക്കണ്ടേ, അതുകൊണ്ട് കയ്യുകൾ നീളം വെച്ചത്, ആ നീളം എത്ര രൂപത്തിലുണ്ടോ ആ കയ്യിൽ പെടുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റും. അങ്ങനെ കഴിച്ചും കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ അങ്ങനെ കഴിച്ചു വന്നപ്പോൾ ആണ് ഭഗവാൻ എനിക്ക് ആ സത്സംഗം ഉണ്ടായത്. എൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ ഭഗവാൻ പെട്ടതുകൊണ്ട്, ആ ഭഗവാനെ തൊട്ടതുകൊണ്ടുള്ള ആ സത്സംഗം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ മോക്ഷം കിട്ടിയത് എന്ന് പറയുക. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ദേഹം ദഹിപ്പിച്ചു കഴിഞ്ഞാൽ സീതാമാർഗം എവിടേക്കാണ് സീത കൊണ്ടുപോയത്, അതിൽ സീതേനെ അന്വേഷിക്കാനുള്ള മാർഗം എന്താണെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീരാമദേവൻ ശരീരം വെടിഞ്ഞു. ശ്രീരാമദേവനെ കണ്ട് ശരീരം വെടിഞ്ഞോട് കൂടിയിട്ട് ലക്ഷ്മണൻ വലിയ ചിതയൊരുക്കിയിട്ട് ദഹിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അഗ്നിയിൽ നിന്ന് യൗവനയുക്തനും സർവ്വ ആഭരണങ്ങളും ധരിച്ചിട്ടുള്ള ഒരു വിഷ്ണു പാർഷദനായി ഇങ്ങോണ്ട്, അല്ലെങ്കിൽ ഒരു ശ്രീരാമ ഭക്തനായി ഇങ്ങോണ്ട് പുറത്തേക്ക് വന്നു. എന്നിട്ട് 3 നമസ്കരിച്ച് ഭഗവാനെ ഇങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. അതേവരെ രാക്ഷസനായിരുന്നെങ്കിലും കൂടി ആ ഒരു സത്സംഗം കിട്ടി ആ ഭഗവാന്റെ മുന്നിൽ ദഹനം കൂടി നടന്നതോട് കൂടിയിട്ട് അത്രയും വലിയൊരു ദിവ്യ സ്വരൂപനായി മാറിയിട്ട് അദ്ദേഹം ഭഗവാനെ നമസ്കരിച്ച് സ്തുതിക്കാൻ തുടങ്ങി. ഭഗവാനെ സ്തുതിക്കുന്നത് എങ്ങനെയാണ്? വിരാട് സ്വരൂപത്തിലാണ് വർണ്ണന. വിരാട് സ്വരൂപ വർണ്ണനയോട് കൂടിയിട്ടാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാതും ഭഗവാനാണ് എന്നുള്ളത് വിരാട് സ്വരൂപത്തെ എങ്ങനെയാണ് വർണ്ണിക്കുന്നത്?
നിന്തിരുവടിയുടെ ദത്തമിതരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം. അന്തവും ആദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനെ തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം. ബന്ധവോ മറ്റോ മോക്ഷപ്രാപ്തിയോ മരുളണം. അങ്ങയുടെ തത്വം ആർക്കും പറയാൻ പറ്റില്ല. അതോ അന്ധത കൊണ്ട് അങ്ങയെ സ്തുതിക്കാൻ തോന്നുന്നതെന്ന്. എനിക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്. അന്ധത എന്ന് പറഞ്ഞാൽ ഇവിടെ വിവരമില്ലാത്തതുകൊണ്ട്, അജ്ഞാനം കൊണ്ടാണ് ഞാൻ അങ്ങേനെ സ്തുതിക്കാൻ ഇപ്പം മെനക്കെടുന്നത്. കാരണം എന്താ, ഈ പരബ്രഹ്മം എന്ന് പറഞ്ഞത് എന്താണ് എന്നുള്ളത് എനിക്കും അറിയില്ല. അങ്ങയുടെ തത്വം ആർക്കും അറിയാൻ പറ്റില്ല. എന്നാലും സ്തുതിക്കാൻ തോന്നുകയാണ്. കാരണം ഭഗവാനെ കണ്ടാൽ എന്തെങ്കിലും ഒന്ന് സ്തുതിച്ച് നമ്മൾക്ക് ചെയ്യാൻ തോന്നും, നമസ്കരിക്കാൻ തോന്നും എന്നാണ് പറയണത്. ഇപ്പോൾ ഒന്നും നിശ്ചയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ അമ്പലത്തിൽ ചെന്നിട്ടുണ്ടെങ്കിലും എന്താ ചെയ്യുക, എന്തെങ്കിലും ഒരു ശ്ലോകം ചൊല്ലും, അല്ലെങ്കിൽ ഒന്ന് ഭഗവാനെ ഭഗവതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശ്ലോകം ചൊല്ലിയിട്ടാണ് നമ്മൾ അധികവും നമസ്കരിക്കുക. അത് നമുക്ക് വിവരം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല, അതെന്താന്നുള്ള അർത്ഥം പോലും അറിയാണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികളുണ്ട്, അവർ വിളക്കാണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്നിങ്ങനെ സർവാങ്കല്ലേ ശിവേ സവാത്ത സാധിക്കുകയെന്നും പറഞ്ഞ് ചെല്ലും. അവർ അത് മറ്റുള്ളവർ ചൊല്ലണ കേട്ടിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ അവർ ചൊല്ലണത്? അല്ല. നമ്മൾ ചൊല്ലണതോ നമുക്കർത്ഥം മനസ്സിലായിട്ടാണോ? അതുമല്ല. ഭഗവാനെ കണ്ടു അല്ലെങ്കിൽ അമ്പലത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എന്തോ ചെല്ലണം എന്നുള്ളത് നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കബന്ധം പറയുന്നത്. അന്ധത അങ്ങയെ പരബ്രഹ്മമാണ് എന്നുള്ളത് അറിയാം, ആ പരബ്രഹ്മത്തെ എങ്ങനെ സ്തുതിക്കണം എന്നുള്ളത് അറിയില്ല, എന്നാലും എനിക്ക് സ്തുതിക്കാൻ തോന്നുകയാണ്. അത് എങ്ങനെയാണ്? ഒന്ന് ജ്ഞാനസ്വരൂപമാണ്, മറ്റൊന്ന് ജഡമായിട്ടുള്ളതാണ്. ഇങ്ങനെ എന്നാലും ബുദ്ധിയുടെയും ആത്മാവിൻ്റെയും ഐക്യം ജീവനാണ്. ബുദ്ധാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നത് നൂനം നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാഖ്യേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമതോ വിരാട് പുരുഷനതിസ്ഥൂലം. ഇത് വിരാട് പുരുഷ സ്വരൂപമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വിരാട് സ്വരൂപത്തെ ഭാവനാവിഷയമാണത്. അത് യോഗീന്ദ്രന്മാർക്ക് മാത്രമേ അത്രയും ഭാവനാവിഷയമായ ഒന്നത് യോഗീന്ദ്രാണ്. യോഗീന്ദ്രന്മാർക്ക് ബുദ്ധിയുടെയും ആത്മാവിനെയും ഒക്കെ സൂക്ഷ്മ ശരീരത്തെ വിരാട് പുരുഷനായിട്ട് കാണാൻ ഈ മുനീന്ദ്രന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ആ മഹത്തത്വമായിട്ടുള്ള വിരാട് പുരുഷനായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ 14 ലോകത്തിലും വിരാജിക്കുന്ന ആ ഭഗവൻ വിരാട് സ്വരൂപമായിട്ടാണ് എനിക്ക് അങ്ങയെ കാണുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങയെ ആ രൂപത്തിലാണ് സ്തുതിക്കുന്നത് എന്ന് പറയണം. ഇവിടെ അതാ 32 ഈ വിരാട് രൂപത്തെ 32 ഈരടികളിലൂടെയാണ് ഈ കബന്ധൻ സ്തുതിക്കുന്നത്. കബന്ധൻ ഇവിടെ അധ്യാത്മരാമായണത്തിൽ, പക്ഷേ ഇതിൽ വാൽമീകി രാമായണത്തിലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് വലിയ സ്തുതികളോ കാര്യങ്ങളൊന്നുമില്ല. വാൽമീകി രാമായണത്തിൽ അധികം പ്രകൃതിനെ പറ്റിയിട്ട്, അതേമാതിരി പ്രകൃതി ഒരു ശ്രീരാമൻ്റെ അവതാരത്തിനെ പറ്റിയിട്ട് കുറേ ധാരാളം കാര്യങ്ങൾ അതിലുണ്ട്. പക്ഷേ അധ്യാത്മരാമായണം എന്ന് പറഞ്ഞ ഈ പേര് പോലെ തന്നെ അതിൽ ഇത്രയും ഗഹനമായിട്ട് അതേമാതിരി ലളിതമായിട്ട് നമുക്ക് ഒരു നല്ലോണം മനസ്സിരുത്തി അങ്ങോട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്ന ഭാഷയിലാണ് വിവരിക്കുന്നത്. അതുകൊണ്ടാണ് അധ്യാത്മരാമായണം. ഇപ്പോൾ അതാ നമ്മൾ വിരാട് പുരുഷൻ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് വിരാട് പുരുഷൻ എന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുക എങ്ങനെയാണ്? വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്തൊക്കെയോ ധാരണകളാണെന്ന് പറയും. പക്ഷെ നമുക്ക് ഒന്നേ മനസ്സിലാക്കാനുള്ളൂ, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഭഗവാന്റെ രൂപങ്ങളാണ് എന്നും ആ ഒരു ജ്ഞാനം നമുക്കുണ്ടാവുക. അല്ലാണ്ട് ഒരു മരം, നദികൾ, ജലതാണ് എന്ന് പറഞ്ഞു അങ്ങനെയുള്ള പല ഇതിൽ മുഴുവനും വിവരിക്കുന്നത് അതാണ്. പാതാളം പാദമൂലം വർഷ്ണികൾ മഹാതലം നാദതേ ഗുൽഭം രസാതലം ഉണ്ടലാതലം ചാരുജാനുക്കളല്ലോ സുതലൻ
രഘുപതേ ഭൂരുകാണ്ഡങ്ങൾ തവാവിതലമതലവും. ഈ 14 ലോകം എന്ന തലം, ഇതലം, രസാതലം, നഭസ്ഥലം, സുരലോകം, സത്യലോകം എന്ന് പറഞ്ഞിട്ടുള്ള പല ലോകങ്ങളുണ്ട്. ആ ലോകങ്ങളൊക്കെ ഭഗവാന്റെ ഓരോ അംഗങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താ മനസ്സിലാക്കാനുള്ളത്? ഈ ഇതിൽ കാണുന്ന, അല്ലെങ്കിൽ ഈ ഭൂലോകത്തിൽ കാണുന്ന, നമുക്ക് കണ്ണിന് കാണുന്ന എല്ലാതും ഭഗവത് സ്വരൂപമാണ്, അതിൻ്റെ ഒരു അംശമാണ്. അപ്പോൾ നമ്മളും ആ ഭഗവത് സ്വരൂപമാണ്. വേറൊരാളെ കാണുമ്പോൾ അതും അതാണ്. ഒരു എന്ത് കണ്ടാലും അത് മുഴുവനും നമ്മൾ ഈ ഭഗവത് സ്വരൂപമായിട്ട് കാണാനുള്ള ഒരു ഭാവം. ആ ഭാവം എപ്പോഴേ വരുള്ളൂ? നമ്മൾക്ക് അതൊക്കെ നമ്മൾ മനസ്സിലാക്കും, അതൊക്കെ കാണാന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ആ ഒരു ജ്ഞാനം നമുക്ക് വരണമെന്നുണ്ടെങ്കിലോ ഭഗവത് സേവ ഉണ്ട്, അല്ലെങ്കിൽ ഭഗവത് നാമം നമ്മളുടെ മനസ്സിലുണ്ടാവുമ്പോൾ മാത്രമേ വരുള്ളൂ. ഇപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ അടുത്ത ദിവസം ഇവിടെ ഉണ്ടായി അതേമാതിരി ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുക, സത്സംഗം നടന്നുകൊണ്ടിരിക്കുക. ആ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നായ ഓടിങ്ങോട്ട് വന്നിട്ട് എല്ലാവരും അതിനെ ആട്ടിപ്പറഞ്ഞേക്കാൻ തുടങ്ങി. പക്ഷേ ആ നായ ഒന്നും ചെയ്യാതെ, ആര് ഉപദ്രവിക്കുകയോ നോക്കുകയോ ഒന്നും ചെയ്യാണ്ട് ഒരു മൂലക്കിൽ പോയിട്ട് അതവിടെ കിടന്നു. കുറച്ച് നേരം കിടക്കും, അത് കഴിഞ്ഞ് ഒന്ന് നീച്ചിങ്ങനെ ഇരിക്കും. ആരോ അവിടെ പരിപാടി നടക്കണം, അതൊന്നിങ്ങനെ നോക്കും, അത് കഴിഞ്ഞിട്ട് അവിടെ കിടക്കും. ഒരാൾ പോലും അതിനെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ആരോ ചോദിച്ചു, അവിടെ നായ വന്ന് കിടക്കണു, അതിനെന്താ ആട്ടാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് ഏതോ ഒരു ഭഗവത് സ്വരൂപമാണ്, അതിന് ഒന്നും ചെയ്യണ്ട, അത് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതവിടെ ഇരുന്നോട്ടെ, അതിന് കേൾക്കാനുള്ളൊരിതുകൊണ്ടായിരിക്കും വന്നുണ്ടാവുക, നമുക്ക് പറയാനറിയില്ലല്ലോ ഏതവസ്ഥ എന്താണെന്നുള്ളതൊന്നും, അതുകൊണ്ട് അതവിടെ കിടന്നോട്ടെ എന്ന് പറയുണ്ടായി. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? നമ്മളെന്താ ചെയ്യുക? നമ്മളെന്തെങ്കിലും ഒന്ന് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ആട്ടിയങ്ങോട്ട് പാറ്റും. അങ്ങനെ ആവാതെ നമ്മൾക്കൊരവസ്ഥ എത്തണം എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ മനസ്സിലും, അല്ലെങ്കിൽ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അത് നമ്മളെന്ത് വേണം? നമ്മൾ ഈ കാണുന്ന ഇത് മുഴുവനും ഭഗവത് സ്വരൂപമാണ് എന്നുള്ള ബോധം നമ്മളിലുണ്ടാവണം. ആ ബോധം ഒരു ദിവസം കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് മുതൽ ഞാൻ അങ്ങനെ ധരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ധരിക്കാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊന്നും അവിടേക്കൊന്നും എത്തിയിട്ടില്ല എന്നർത്ഥം. അങ്ങനെ എത്തും ആരും, ഈ ജന്മം കൊണ്ട് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ ഭഗവത് കാരുണ്യം വേണം. ആ ഭഗവത് കാരുണ്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് അർപ്പണബോധത്തോട് കൂടിയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഭാവം ഉണ്ടാവുള്ളൂ. അതിന് നമ്മളെന്താ വേണ്ടത്? ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഭഗവാന്റെ രൂപങ്ങളാണ് എന്നുള്ള ഭാവം നമ്മളിൽ എന്നും ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. നമ്മളിവിടെ 2 സ്തുതികൾ വായിച്ചു. ഇതിൽ പറയുന്നുണ്ട്, വേറൊന്നുകൂടി പറയുന്നുണ്ട്. എങ്ങനെയാണ് പറയുന്നതെന്ന് പറയും. ഈ വിധത്തിലുള്ള ഈ വിരാട് രൂപം എന്നും നമ്മൾ ധ്യാനിക്കുന്നവർക്ക് ആ ഭഗവത് ഭക്തി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ നാരായണീയത്തിലും വിരാട് സ്വരൂപത്തിനെ പറ്റിയിട്ട് നമ്മൾ വർണ്ണിക്കാറുണ്ട്, ചൊല്ലാറുണ്ട്. എന്താ ചൊല്ലാറ്? ദശകം 6 ചൊല്ലാറുണ്ട്. ഏവം ചതുർദശ ജഗന്മയദാംഗദസ്യ പാതാളമീശതവപാദതലം വദന്തി പാദോർദ്ധദേശമയദേവരസാതലം ദേ ഗുൽബദ്ധയം ഖലു മഹാതലമത്ഭുതാത്മൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആദ്യത്തെ ശ്ലോകം അങ്ങനെയാണ്. അപ്പം എന്താ? ഈ ലോകത്തിലുള്ളത് മുഴുവനും പാതാതലം എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാം, സുരലോകം മുതൽക്ക് എല്ലാതും ഭഗവാന്റെ അംഗങ്ങളായിട്ട് കണ്ടിട്ട് ആണ് സ്തുതിക്കുന്നത്. ആ സ്തുതി നമ്മൾ അവസാനം ഇവിടെയും പറയുന്നുണ്ട്. നമ്മൾ ആ സ്തുതികൾ നമ്മളെന്താ ആ രൂപം നമ്മൾ എപ്പോഴും
കാണണമെന്ന് പറഞ്ഞിട്ട് പറയണ്ടേ. കാലവും നിത്യേ ധ്യാനിക്കുന്നവനുണ്ടാവും മുക്തി, നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമീ ദൃക്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ. ഈ അങ്ങ് വിരാട് സ്വരൂപമാണ് എന്നുള്ള ഭാവത്തിൽ ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവസാനം പറയുന്നത് എന്താണ്? ഏതൃക് ജഗന്മയവ പുസ്തവ കർമ്മഭാജം കർമാവസാന സമയേ സ്മരണീയമാകോ തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേതേ വാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. മേൽപ്പത്തൂര് നാരായണത്തിൽ പറയണ്, ഈ ദൃഗ്ജഗന്മയ പുസ്തവ കർമ്മഭാജ, ഈ രൂപത്തിലുള്ള ആ വിരാട് സ്വരൂപം എൻ്റെ കർമാവസാന സമയത്ത്, കർമാവസാന സമയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കർമ്മം എപ്പോൾ അവസാനിക്കണോ അപ്പോൾ നമുക്ക് മരിക്കണം. ആ മരിക്കുന്ന അവസരത്തിൽ ആ രൂപം നമ്മളുടെ ഓർമ്മ ഉണ്ടാവണമെന്ന്. അങ്ങനെ ആ ഓർമ്മ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ചൊല്ലി 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 നമ്മളുടെ നാവുമ്മിലും മനസ്സിനും ഉണ്ടായിരിക്കണം. എന്നുണ്ടെങ്കിൽ മാത്രമേ അത് വരുള്ളൂ. അതിനുള്ള അനുഗ്രഹം നമ്മൾക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് അനുഗ്രഹം നമസ്കരിക്കുന്നത്. അതേമാതിരി പിന്നെ വേറെ അത് കഴിഞ്ഞിട്ട് പറയണം, ഈ രൂപം എങ്ങനെയുള്ളതാണ്? മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതിന്നാലയം ചിന്തിക്കുന്നേൻ. നമ്മളുടെ മനസ്സാകുന്ന ആലയത്തിൽ, വീട്ടിൽ, മനസ്സിൻ്റെ ഉള്ളിൽ ഈ രൂപം, എങ്ങനെയുള്ള രൂപം? ആ ഭഗവത് സ്വരൂപം, ഒന്നുകിൽ വിരാട് സ്വരൂപമായിട്ടുള്ളത്, അല്ലെങ്കിൽ ശ്രീരാമദേവനെ ഇപ്പോൾ കണ്ടില്ലേ, ആ രൂപം എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവണം. അതിനും അനുഗ്രഹം ആരുടെ വേണം? ഭഗവത് അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഭാനുവംശോത്ഭൂതനാം ഭഗവൻ നമോ നമ. അങ്ങനെ ആ ഒരു മനസ്ഥിതി നമുക്ക് മനസ്സിലുണ്ടാവാൻ ഭഗവാന്റെ അനുഗ്രഹം വേണം. അതിന് ഞാൻ നമസ്കരിക്കണോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ പറയണ സർവജ്ഞൻ മഹേശ്വരനീശ്വരൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ടു വാശ്യം സന്തതമിരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമായി. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമ രാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. ഇവിടെ കാശിയിൽ എങ്ങനെയാണ് ഭഗവാൻ ഉമാദേവിയോട് കൂടിയിട്ട് ആര് എപ്പോഴും രാമനാമം ജപിച്ചും കൊണ്ട് ആ രാമനെ ധ്യാനിച്ചും കൊണ്ടാണ്, ശ്രീരാമദേവനെ ധ്യാനിച്ചും കൊണ്ടാണ് ഇരിക്കുന്നത്. പലവരും മുക്ത്യർത്ഥമായിട്ട് കാശിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. കാശിയിലേക്ക് പോയാൽ മോക്ഷമാണ്, മുക്തി ഉണ്ടാവും എന്നുള്ളത് പലർക്കും അറിയാം. പണ്ടൊക്കെ എല്ലാവരും പറയാം, അവന് കാണാനില്ലല്ലോ മുത്തശ്ശനെ എന്ന് പറഞ്ഞാൽ കാശിയിലേക്ക് പോയിരിക്കണമെന്നറിയാം. കാശിയിലേക്ക് പോയാൽ പിന്നെ മടക്ക് വരവില്ല എന്നാണ് പറയാം പണ്ടൊക്കെ. ഇപ്പോൾ ഒന്നും അതല്ല, പണ്ടങ്ങനെ പറയും. കാരണം എന്താ? ആ കാശിയിലേക്ക് എത്തിപ്പെടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോരാൻ തോന്നില്ല അത്രേ. എന്താ കാരണം എന്നുണ്ടെങ്കിൽ അത് മുക്തി കിട്ടുമെന്നുള്ള കാര്യം പണ്ടുള്ള ആൾക്കാർക്ക് മുതൽ എല്ലാവർക്കും ഉറപ്പാണത്. കാരണം എന്താ? മരണാസന്നനായിട്ടുള്ള ഒരാളുടെ ചെവിയിൽ ഭഗവാൻ തന്നെ രാമ 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 എന്ന് ഉപദേശിച്ച് കൊടുക്കൂത്രേ. ആ താരക ബ്രഹ്മവാക്യം അങ്ങനെ ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട്. മോക്ഷം കിട്ടുന്ന ഉറപ്പാണ്. അതുകൊണ്ടാണ് മുക്തി അല്ലെങ്കിൽ അത് കിട്ടുന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ആൾക്കാർ അവിടെ തന്നെ പോണത്. മുമുക്ഷുക്കൾ എനിക്ക് മോക്ഷം കിട്ടണം എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ എല്ലാവർക്കും ഒന്നും മോക്ഷം കിട്ടുമോ? അതൊട്ട് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ കർമ്മവാസന തന്നെ, കർമ്മങ്ങളെ അവതരിക്കുമ്പോഴല്ലേ ഭരിക്കുള്ളൂ. അതിപ്പോൾ ഇന്ന സമയം എന്നുള്ളത് നമുക്കറിയില്ല. എന്നുണ്ടെങ്കിൽ അവിടെ പോയി താമസിക്കാം, ഇന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ പറ്റാം, പക്ഷേ സാധിക്കില്ല. അതേമാതിരി കബന്ധൻ പറയണ ഈ കാശിയിൽ രാമനാമം ചൊല്ലിയിട്ട് കാശിനാഥനായിട്ടുള്ള ശിവനും കൂടി അങ്ങനെയാണ് ചെയ്യണത്. അത്രയും ഉണ്ട് ആ നാമത്തിന് മഹത്വം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പറയുന്നത്. നമ്മളൊക്കെ മൂഢന്മാരാണ്, നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയൊന്നും ഉണ്ടാവില്ലേ എന്നുള്ള ഒരു ഭാവം നമ്മളിലുണ്ടാവും. അതേസമയം അതല്ല, നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ മാറ്റിയിട്ട് ഈ
രാമനാമം ചൊല്ലി നമ്മളും ആ ഭാവത്തിലേക്ക് എത്തണം എന്ന് പറയണം. എന്നിട്ട് പറയണം, മൂഢന്മാർ എങ്ങനെയാണ് ഭവത്തത്വം അറിയാം? മഹാമായ എന്ന് പറയുന്ന ആ മോഹ അന്ധകാരത്തിൽ മൂടിയിട്ടാണ് നമ്മളൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ തത്വം മനസ്സിലാവാതിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ മായാബന്ധം, അല്ലെങ്കിൽ മായ എന്ന് പറഞ്ഞാൽ ചിരി എന്ന് പറയും, ആ മായാബന്ധം എന്നെ വിട്ടിട്ട് എനിക്കും ആ ഒരു ഭക്തനായിട്ട് ഉള്ള അവസ്ഥ എനിക്കും തരണേ എന്ന് പറഞ്ഞ് നമസ്കരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറയാണ്, സന്തുഷ്ടനായേണ്ടവാസുത്യ നിശ്ചല ഭക്യ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും. ഇനി എന്തായാലും എന്നെ കണ്ടും കൊണ്ട് ഇങ്ങനെ സ്തുതിക്കും, എന്നെ മോക്ഷം കിട്ടിയില്ലേ, അതുകൊണ്ട് ആർക്കും പ്രാപിക്കാൻ പറ്റാതായിട്ടുള്ള ആ ഭഗവത് പദം നിനക്കും കിട്ടിയിട്ടുണ്ട്. അത് യോഗീന്ദ്രന്മാർക്കും ഒക്കെ മാത്രമേ ഉള്ളൂ. അത് ആ ഫലം നമുക്ക് കിട്ടാതിരിക്കില്ല എന്ന് പറയണം. ഇതിലെന്ത് വെള്ളം എന്നിട്ട് വേറൊരു അനുഗ്രഹം കൂടി കൊടുക്കുകയാണ്. ഈ യോഗീന്ദ്രന്മാർക്ക് പോലും എത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ യോഗീന്ദ്രന്മാർക്ക് പറ്റുന്ന എൻ്റെ സ്ഥാനം നിനക്ക് ഞാൻ തന്നിരിക്കണമെന്ന് പറയണം. എന്നിട്ട് പിന്നെ പറയണം, അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ സ്തോത്രം ഭക്ത്യാജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും ഭക്തനാം നിനക്ക് അധപ്പതനം ഇനി വരാം. നീ അധപ്പതനം ഉണ്ടാവില്ല, ഒരു താഴത്തേക്ക് പോവുക എന്നുള്ള അവസ്ഥ വരില്ല. കാരണം എന്താ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ ഇനി താഴ്ത്തേക്ക് പോകണ പരിപാടിയില്ല, മുകളിലേക്ക് മാത്രമേ പോവുള്ളൂ. നമ്മൾ പറയാറില്ലേ, ആരേനെയാണ് ആശ്രയിക്കേണ്ടത്? ആ ആശ്രയിക്കേണ്ടത് ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു എവിടേക്ക് മുകളിലേക്ക് കയറി പോകാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? കോണി ഉപയോഗിക്കാറുണ്ട്. ആ കോണിമിൽ എങ്ങനെയാണ്? കോണി ഒരു വള്ളിയുമിലോ അല്ലെങ്കിൽ വേറൊരു ബലമില്ലാത്തൊരു തുമ്മിലാണ് കോണി ചാരി വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കയറുമ്പോൾ എന്താ ഉണ്ടാവുക? ആ തോണി അതങ്ങോട്ട് മറിഞ്ഞു വീഴും, എത്തില്ല, നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല. അതേസമയം അതൊരു മരത്തമ്മൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഉറപ്പുള്ളൊരു തുമ്മിൽ കോണി വെച്ചിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലേക്ക് എത്തുള്ളൂ. അതേമാതിരിയാണ് ഇവിടെ പറയുക, രാമനാമം ചൊല്ലിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് ഏതൊരു ആധ്യാത്മിക ഇതിലേക്കാണോ ചാരി വയ്ക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ബുദ്ധിയും കാര്യങ്ങളും പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ആ ഭഗവത് സ്വരൂപത്തിലേക്കും അല്ലെങ്കിൽ ആ ഭഗവത് ഈ കാണുന്നത് മുഴുവനും അതേമാതിരി നമ്മളുടെ ഉള്ളിലും ഭഗവാനാണ് എന്നുള്ള ബോധം നമ്മൾക്ക് വന്ന് ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ എന്ന് നാമനാമങ്ങളോ എന്തെങ്കിലും നാമങ്ങൾ, രാമനാമമാണ്. ഇപ്പോൾ രാമായണത്തിലും പറയുന്നുണ്ട്, ഭാഗവതത്തിൽ പറയും നാരായണ ചൊല്ലിക്കോളൂ പറയും, ദേവി മാഹാത്മ്യം പറയുമ്പോൾ പറയും അമ്മേ നാരായണ ചൊല്ലിക്കോളൂ, അല്ലെങ്കിൽ വേറെ ഒന്ന് ചെയ്തു, ഇതിൽ പറയുന്നുണ്ട് എല്ലാതും ഒന്നാണ്, ഒരു വ്യത്യാസവുമില്ലാത്ത ആ പരബ്രഹ്മത്തിനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് പറയണം. ഇനി ഈ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്നതിൽ മുക്തി കിട്ടുന്നുള്ളതിന് സംശയമൊന്നുമില്ല. പിന്നെയോ ഭക്തനാം നിനക്ക് അധപ്പതനം ഇനി വരാം. ഇനി ഭഗവത് ഭക്തനായി മാറിയതുകൊണ്ട് സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ വേറെ ഒന്നിലും അധപ്പതനം ഉണ്ടാവില്ല. അന്ന് അങ്ങനെ ഉണ്ടായിട്ടാണല്ലോ അധപ്പതനം ഉണ്ടായത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ട് നിനക്കിനി അധപ്പതനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നിനക്ക് എന്നും മംഗലം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചിട്ട് ഗന്ധർവശ്രേഷ്ഠൻ പോവുകയും ചെയ്തു. അപ്പോൾ ഗന്ധർവശ്രേഷ്ഠൻ പോണതിൻ്റെ മുമ്പ് പറഞ്ഞു, ഇനി എന്നെ ജയിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മതങ്കാശ്രമം അടുത്തുണ്ട്. ആ ആശ്രമത്തിലാണ് നമ്മൾ തപസ്സിയായിട്ടുള്ള ശബരി താമസിക്കുന്നുണ്ട്. ആ ശബരീനെ ചെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇനി എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളത്, സീതാദേവീനെ കാണാനുള്ള
മാർഗം പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ട് ആണ് ഇനി അടുത്തത് തുടങ്ങുന്നത്. ഇവിടെ നമ്മളിവിടെ 2 തരത്തിലുള്ള ഭക്തിയെ പറ്റിയിട്ട് പറഞ്ഞു. ഒന്ന് ഭഗവാന്റെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെ പറ്റിയിട്ട്, എന്തൊക്കെ ഈ കാണുന്ന വിരാട് സ്വരൂപത്തിലുള്ള ഭഗവാനെ കണ്ടിട്ട്. മറ്റതെങ്ങനെയായിരുന്നു സ്തുതി ഉണ്ടായിരുന്നത്? അതും വേറൊരു തരത്തിൽ ഈ ഭഗവാനെ ഏതിലും ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥയിൽ എല്ലാവരും പൂജിക്കും ഒക്കെ ചെയ്യുന്ന ആ ഭഗവാനെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ ഭഗവാനെ പറഞ്ഞുകൊണ്ടാണ് ജഡായു സ്തുതിച്ചത്. ഇവിടെ വിരാട് സ്വരൂപത്തിൽ ആണ് ചെയ്യുന്നത്. ഇനി ശ്രീരാമദേവൻ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ ലഭിക്കൂ. സ്തുതിക്കാനറിയില്ല, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ശബരിക്ക് തത്വോപദേശം ഭഗവാൻ തന്നെ കൊടുക്കുകയാണ്. നവവിധ ഭക്തിനെ പറ്റിയിട്ട്, ഭക്തിയും വിശ്വാസവും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ആ തത്വങ്ങൾ നമുക്ക് നാളെ വിചിന്തനം ചെയ്യാം. കാരണം അത് നവവിധ ഭക്തിനെയൊക്കെ പറ്റിയിട്ട് പറയുകയാണ് ചെയ്യണത്. അത് ഏതൊരു മനുഷ്യജന്മത്തിലായാലും നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടെന്നുള്ളതും അങ്ങനെയുള്ള അർച്ചനം, വന്ദനം, വിഷ്ണു പാദസേവനം എന്ന് പറഞ്ഞാൽ നവവിധ ഭക്തിനെ പറ്റിയിട്ടാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പരമേശ്വരനെ എന്താണ് പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ദേവി ഭക്തി പാരവശ്യത്തോട് കൂടിയിട്ട് രാമചന്ദ്രസ്വാമീനെ നമസ്കരിച്ചു. നമുക്കും തന്നെയുള്ളൂ ശ്രീരാമനാമം നമ്മളെ നാവുമിൽ എപ്പോഴും വരണേ 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 എന്ന് പറഞ്ഞിട്ട് നമുക്കും പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്തൊക്കെയാണ് നമ്മളുടെ അവസ്ഥ? നാവെടുത്തിട്ട് ചെല്ലാൻ പറ്റുമോ? എന്തെങ്കിലും ചെല്ലാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ഈ സമയം, ഈ നിമിഷം എന്ന് പറയാറില്ലേ, ഈ നിമിഷം എന്ത് ചെയ്യുന്നോ അതേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. നാളേക്ക് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഉണ്ടാവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിരിക്കുകയാണ്. ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഒന്നും. ഇപ്പോൾ പരീക്ഷത്തിന് മാത്രമാണ് അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയിട്ടുള്ളൂ, വേറെ ആർക്കും കിട്ടിയിട്ടില്ല. പരീക്ഷത്തിന് 7 ദിവസം ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ചു. അതേമാതിരി ഉറപ്പ് കിട്ടിയ വേറൊരാളും കൂടി ഉണ്ട്, കംസനും അങ്ങനെ തന്നെയാണ്. കംസന് 8ാമത്തെ പുത്രനെ വധിക്കൂ എന്നാണ് ഉണ്ടായത്. ആ 8ാമത്തെ പുത്രൻ ഉണ്ടാവുന്നവരെ തനിക്ക് എന്താ ചെയ്യാമെന്നുള്ളത് ഉണ്ടായിരുന്നു. അത് വേറൊരു രൂപത്തിലായി എന്ന് മാത്രം. ഇവിടെ നേരെ തിരിച്ചുണ്ടായത്. ഇവിടെ നമ്മൾ പാർവതി ദേവിക്ക് എങ്ങനെയൊക്കെയാണ് ദേവി ഭക്തി പാരവശ്യത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ്. ശ്രീരാമസ്വാമീനെ എങ്ങനെയൊക്കെ ശ്രീരാമനാമം എത്ര ജപിച്ചാലും മനസ്സിലാവില്ല, എത്ര ജപിച്ചാലും മതിയാവില്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഓട്ടൂർ തിരുമേനി പറഞ്ഞത് അങ്ങനെയാണ്. ശ്രീരാമനാമം സതതം ജപിച്ചും ദിവ്യമന്ത്രം മരണോന്മുഖൻ തൻ്റെ കർണത്തിൽ മന്ത്രിച്ചുമാ സമേതം വിശ്വേശ്വരൻ കാശിയിൽ വാണിടുന്നു. എല്ലാവരും പറയണതാണ് ശ്രീരാമനാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിരോനാമാണ്. ആ ശിരോനാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാമങ്ങളിൽ വെച്ചിട്ട് നാമം എന്നാണ്. രാമ എന്നുള്ള അക്ഷരം 2 അക്ഷരമേ ഉള്ളൂ. രാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്നിസ്വരൂപമാണ്. അഗ്നിസ്വരൂപം എന്ന് പറഞ്ഞാൽ അത് ഏതിനെയും ഇല്ലാണ്ടാക്കുന്നത്, അതായത് അജ്ഞാനം ഇല്ലാതെയാക്കുന്നതാണ് രാ എന്നുള്ള നാമം. അതേമാതിരി ആണ് മാ എന്നുള്ളതോ അത് ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെയുള്ള രാമനാമത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ രാമനാമത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്താ അറിയോ? ഓങ്കാരമാണ് രാ എന്നൊരക്ഷരം. രാമനാമത്തിൻ്റെ ഇത് ഓം എന്നുള്ളതിന് പറയുന്നുണ്ട്. പിന്നെയോ രാ എന്നൊരക്ഷരം അജ്ഞാനം നീക്കുന്ന ആദ്യക്ഷരം രാ എന്നുള്ളത്. പിന്നെയോ ചിത്തഭ്രമം തെല്ലും ഇല്ലാതെയാക്കുന്ന മാ എന്നൊരക്ഷരം സത്യമല്ലോ. സത്യമായിട്ടുള്ള 2 അക്ഷരമാണ്
രാമ എന്നുള്ളത്. താരകമന്ത്രമാം രാമ രാമ എന്ന രണ്ടക്ഷരം ജ്ഞാനത്തെ നൽകുന്ന രണ്ടക്ഷരം. ആരാണോ രാമ രാമ രാമ, ഇപ്പോൾ നമ്മൾ രത്നാകരൻ്റെ കഥ പറഞ്ഞില്ലേ, മാ രാ എന്നേ പറയാനുള്ളൂ. രാമ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാൻ അറിയില്ല. മാ രാ എന്ന് വ്യത്യാസത്തിൽ രൂപത്തിൽ പറഞ്ഞിട്ടും അവസാനം രാമ എന്ന് വന്നു. അപ്പോൾ രാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്ഞാനത്തെ നൽകുന്ന രണ്ടക്ഷരമാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ഇപ്പം എന്തു പറയാം, ശ്രീരാമനാമം ജപിക്കുന്ന നാവുകൾ പുണ്യപ്രദം, സത്യം പുണ്യപ്രദം. സത്യമായിട്ടും ഒന്നേ ഉള്ളൂ, ഏത്? രാമനാമം. രാമനാമം എന്ന് പറഞ്ഞാൽ അത് ജ്ഞാനത്തെ നൽകുന്നതാണ്, അജ്ഞാനത്തെ ഇല്ലാതെയാക്കും. അജ്ഞാനം എന്ന് പറഞ്ഞത് എന്താ? ഇത് മുഴുവനും മായയിൽ മുങ്ങിയിട്ടുള്ളതാണ്. ആ മായയിൽ മുങ്ങാതെ മായാന്ധകാരത്തിൽ നിന്ന് ഉയർച്ച നേടാൻ നമ്മൾക്ക് ജ്ഞാനം ഉണ്ടാവണം. ആ ജ്ഞാനം ഉണ്ടാവാൻ രാമ 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 എന്ന് ചെല്ലുക എന്നല്ലാതെ വേറെ യാതൊരു കാര്യമില്ല എന്നർത്ഥം. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, എങ്ങനെയാണ് ഒരു തുണി വെളുപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുണി സോപ്പ് ഇട്ടിട്ട് കുറേ നേരം സോപ്പിട്ട് ഒന്ന് കഴുകിയെന്നുണ്ടെങ്കിൽ അത് വെളുക്കും. പക്ഷെ നമ്മളുടെ മനസ്സാവുന്ന, അല്ലെങ്കിൽ മനസ്സിൽ ഭഗവാനെ ആക്കണം എന്നുണ്ടെങ്കിൽ അതെന്ത് വേണം? അതിൽ ഭക്തി നിറച്ച്, അല്ലെങ്കിൽ രാമനാമം കൊണ്ട് കഴുകിയിട്ടേ നമ്മളെ മനസ്സ് ശുദ്ധമാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേമാതിരിയാണ് നമ്മളുടെ അവസ്ഥ. അതിന് നമുക്ക് എന്താ വേണ്ടത്? നമുക്കൊരു ഭജന അങ്ങോട്ട് ചെല്ലാം. എങ്ങനെയാണ് രാമനെ എന്നുള്ളത് നമ്മൾ കുറേ മുമ്പേ ചൊല്ലിയിട്ടുണ്ടത്. രാമ 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 രാമനാമ താരകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം ജാനകി മനോഹരം നദാനനം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം ജാനകി മനോഹരം സർവലോകനായകം ശങ്കരാതിസേവ്യനാം പുണ്യനാമകീർത്തനം രാമ 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 താരകം രാമകൃഷ്ണ വാസുദേവ മുക്തിദായകം. അങ്ങനെയുള്ള രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം. ആ രാമരാമം നാമം താരക ബ്രഹ്മാണ്. ആ താരക ബ്രഹ്മരൂപം നമുക്ക് എന്നും ഉണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. രാമ 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 രാമ. ആരോ ചൊല്ലി എന്നോ ചൊല്ലി എന്തിനേതിനറിയില്ല, കേട്ടു ഞാനും ചൊല്ലി രാമ 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 രാമ. വേണമെന്നു തോന്നിയെന്ന കാണി നേരം കളയാതെ നാണം വിട്ടു ചൊല്ലു രാമ 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 രാമ. കണ്ണുകളെ നിങ്ങൾ കണ്ടോ, ഉള്ളിനുള്ളിലൊന്നു നോക്കൂ, കണ്ടിടാം ശ്രീരാമരൂപ രാമ 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 രാമ. കാതിലെങ്ങാൻ കേൾപ്പതുണ്ടോ രാമനാമഘോഷണങ്ങൾ, കേൾപ്പതൊക്കെ രാമനാമം എന്നു ചിന്ത ചെയ്തു കൊള്ളുക.
രാമ 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 കണ്ടിടാനും കേട്ടിടാനും കഴിഞ്ഞെന്നാൽ രാമനെന്ന ഭക്തചിത്തം തൻ്റെ മണി കോവിലാക്കി താമസിക്കും രാമ 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 ഓർമ്മതൻ വിളക്കു വയ്ക്കാം കണ്ണാൽ കർപ്പൂരമൊഴിയാം മോഹങ്ങൾ തൻ മാല ചാർത്താം തന്നെ തന്നെ നിവേദിക്കാം രാമ 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 സർവത്ര ശ്രീരാമനാമ സങ്കീർത്തനം ജയ ജയ രാമ രാമ ഭക്തവത്സല ശ്രീരാമ ദേവ മുക്തിദായക പാഹി മാം ഭക്തവത്സല ശ്രീരാമ ദേവ മുക്തിദായക പാഹി മാം സംസാരമാക ഘോരാബ്ദി തന്നെ താഴ്ന്നു താഴ്ന്നു ഞാൻ പോകുന്നു തൃക്കരം തന്നു രക്ഷിക്കണമേ കാരുണ്യ സിന്ധു ശ്രീപദേ സംസാരമാക ഘോരാബ്ദി തന്നെ താഴ്ന്നു താഴ്ന്നു ഞാൻ പോകുന്നു തൃക്കരം തന്നു രക്ഷിക്കണമേ കാരുണ്യ സിന്ധു ശ്രീപദേ ഭക്തവത്സല ശ്രീരാമ ദേവ മുക്തിദായക പാഹി മാം ഭക്തവത്സല ശ്രീരാമ ദേവ മുക്തിദായക പാഹി മാം രക്ഷ നൽകുന്ന രാമനാമവും മുക്തി നൽകുന്ന മന്ത്രവും രക്ഷ നൽകുന്ന രാമനാമവും
മുക്തി നൽകുന്ന മന്ത്രവും കാശിയിൽ വാഴും വിശ്വനാഥനും വിശ്വൈക വന്ദ്യമാതാവും കാശിയിൽ വാഴും വിശ്വനാഥനും വിശ്വൈക വന്ദ്യമാതാവും ഒന്നിച്ചു തന്നെ ആവോളം വാഴ്ത്തി ശ്രീരാമ നാമ മാഹാത്മ്യം ഭക്തവത്സല ശ്രീരാമ ദേവ മുക്തിദായക പാകീമ ഭക്തവത്സല മുക്തിദായക ശ്രീ ഭക്തവത്സല ശ്രീരാമ ദേവ മുക്തിദായക പാഹിമാം ചിത്തത്തിലെന്നും ഭക്തിയുണ്ടാവാൻ ശ്രീരാമ നാമം പാടുക ചിത്തത്തിലെന്നും ഭക്തിയുണ്ടാവാൻ ശ്രീരാമ നാമം പാടുക ഇന്നു തന്നെ തുടങ്ങാം നമ്മൾക്കും ശ്രീരാമ നാമം പാടുവാൻ ശ്രീരാമ രാമ ശ്രീരാമ രാമ മുക്തിദായക ശ്രീരാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ മുക്തിദായക ശ്രീരാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ മുക്തിദായക ശ്രീരാമ സർവത്ര ശ്രീരാമനാമ സങ്കീർത്തനം ജയ ജയ രാമ 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 രാമനാമതാരകം രാമകൃഷ്ണ വാസുദേവ ഭക്തിമുക്തിദായകം ജാനകി മനോഹരം സർവലോകനായകം ശങ്കരാതിസേവ്യമാന പുണ്യനാമകീർത്തനം രാമ 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 രാമനാമതാരകം രാമകൃഷ്ണ വാസുദേവ ഭക്തിമുക്തിദായകം ജാനകി മനോഹരം സർവലോകനായകം ശങ്കരാതിസേവ്യമാന പുണ്യനാമകീർത്തനം രാമ 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 രാമനാമതാരകം രാമകൃഷ്ണ വാസുദേവ ഭക്തിമുക്തിദായകം ജാനകി മനോഹരം സർവലോകനായകം ശങ്കരാതിസേവ്യമാന പുണ്യനാമകീർത്തനം ശങ്കരാതിസേവ്യമാന പുണ്യനാമകീർത്തനം ശങ്കരാതിസേവ്യമാന പുണ്യനാമകീർത്തനം സർവത്ര ശ്രീദേവി നാമ സങ്കീർത്തനം ശ്രീ ജയ ജയ രാമ രാമ ഇനി നമ്മൾക്ക് നാളെ വിചിന്തനം ചെയ്യാനുള്ളത് കിഷ്കിന്ധാകാന്ഡത്തിൽ ഇതിൻ്റെ സീതാ തത്വോപദേശം ശബരിക്ക് കൊടുത്ത ശ്രീരാമപ്രോക്തമായ തത്വങ്ങൾ വിവരിച്ചുകൊണ്ട് നമുക്ക് സത്സംഗം തുടങ്ങാം. നവവിധ ഭക്തിനെ പറ്റിയിട്ട് ഭക്തിയാണ് ഏറ്റവും വേണ്ടത് എന്നുള്ളത് പറഞ്ഞ് അങ്ങോട്ട്
സമർത്ഥിക്കണത്. ഭക്തി ഉണ്ടായെങ്കിൽ മാത്രമേ എന്തും ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ പ്രത്യേകതകൾ അതിലെന്തൊക്കെയാണ് പറയാം? ഹനുമൽ സമാഗമം, സുഗ്രീവ സഖ്യം, ബാലി സുഗ്രീവ കലഹം, സുഗ്രീവ സ്തുതി, ബാലി സുഗ്രീവ യുദ്ധം, ബാലിവധം, അതും കഴിഞ്ഞിട്ട് താരോപദേശം വരെ. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് നാളെ വിചിന്തനം ചെയ്യണം. അതിന് എൻ്റെ എല്ലാമായ കാടാമ്പുഴ അമ്മയും സീതാസമേത ശ്രീരാമചന്ദ്രദേവനും ഭക്താഗ്രസേനൻ ഹനുമൻ സ്വാമിയും അദൃശ്യരായ ഗുരുഭൂതന്മാരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അമൃതാത്മാക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നാളെയും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് 2 വാക്ക് പറയാൻ അമ്മ അനുഗ്രഹിക്കട്ടെ. ആ ജ്ഞാനം നമ്മൾ വയറിലുണ്ടാവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയെ നമുക്കിപ്പോൾ ആ പാദങ്ങളിൽ സമർപ്പിക്കാം. ഗുരുവിൻ്റെ അനുഗ്രഹം. ഇന്ന് വ്യാസജയന്തിയാണെന്ന് പറഞ്ഞല്ലോ. വ്യാസോച്ഛിഷ്ടം സർവം ജഗൽ സർവം എന്ന് പറയും. വ്യാസ ഭഗവാനാണ് എല്ലാറ്റിനെയും നമ്മൾ ഗുരുദേവനായിട്ട് നമ്മളുടെ ഗുരുവായിട്ട് കണക്കാക്കുന്നത് കൂടുതൽ പറയുമ്പോൾ. അങ്ങനെയുള്ള ആ ഗുരു സ്മരണ നമ്മളിൽ എന്നും ഉണ്ടാവാൻ, ആ ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവാൻ, ഗുരുവിനെ അനുഗ്രഹിക്കണം എന്നുണ്ടെങ്കിലേ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന് അമ്മയുടെ അനുഗ്രഹവും ഗുരുവിൻ്റെ അനുഗ്രഹവും നമുക്ക് എന്നും ഉണ്ടാവട്ടെ. അതിനായിട്ട് പ്രാർത്ഥിച്ചും കൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ അമ്മയുടെ പാദത്തിൽ നമുക്ക് സമർപ്പിക്കാം. ആ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവം കരോമി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. തക്ഷരവദപൃഷ്ടം മാത്രായീനം സ്വയം ഭവേത് സർവം ക്ഷമ്യതാം ദേവി. നാരായണേ നമസ്തുതേ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണേ നമസ്തുതേ. അപരാധസഹസ്രാണി ക്രിയന്തേ നിശമ്മയാദാസോഹം വിമാജ്ഞാത്വാ ക്ഷമസ്വരമേശ്വരി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ